നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എടുത്ത് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് വളരെ അതിശയകരമായൊരു ദിവസമാണ്. വീട്ടിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിന് വഴിയൊരുക്കിയ ദൈവത്തിനായിട്ട് സ്തോത്രം. അമ്മയ്ക്ക് നന്ദി. കടന്നു വന്ന സകലർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതിമാസ ധ്യാനത്തിൽ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ ദൈവവചനം പഠിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കി വെറുതെ വിജ്ഞാനം വളർത്താനാണെങ്കിൽ അത് പരീശന്മാരെ പോലെ വചനം പഠിക്കുന്നത് പോലെ ആയിപ്പോകും. നമ്മളിവിടെ ശിഷ്യന്മാരെ പോലെ വചനം പഠിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ യോഹന്നാൻ 5 നിന്ന് നമ്മൾ ആദ്യം കണ്ടതുപോലെ വചനത്തോട് അടുക്കുമ്പോൾ നമ്മൾ 2 പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എനിക്ക് നിൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ, മനം തിരിഞ്ഞ് നിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഈ വചനധ്യാനം ഒരു മുഖാന്തരമാക്കണമേ, എന്നിൽ മാനസാന്തരം ജനിപ്പിക്കണമേ. രണ്ടാമതായിട്ട് വചനത്തിൽ നിന്ന് ഞാൻ ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു വിധേയത്വം എനിക്കെപ്പോഴും നൽകണമേ. അല്ലാതെ അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. എപ്പോഴും വചനധ്യാനം, ഈ വചനധ്യാനമല്ല, എപ്പോൾ നമ്മൾ വചനം കൈകാര്യം ചെയ്യുമ്പോഴും ഇടപെടുമ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ, എനിക്ക് മാനസാന്തരം നൽകണമേ, വിധേയത്വം നൽകണമേ. അപ്പോൾ എല്ലാവർക്കും കണ്ണുകളടച്ച് ഒരു നിമിഷം മൗനമായിട്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കേണ്ട, ഹൃദയത്തിൽ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് കേൾക്കുന്ന വചനത്തോട് എനിക്ക് മാനസാന്തരത്തോടും വിധേയത്വത്തോടും പ്രതികരിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ. ചുമ്മാ കേട്ട് അറിവ് സമ്പാദിച്ച് എൻ്റെ തല ചീർക്കുവാനിടയാകരുത്. നമ്മൾ വായിച്ചു കേട്ടതുപോലെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ ആ 1-2 വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ അപ്പോസ്തോലിക അടിസ്ഥാന ഉപദേശങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിസ്ഥാന ഉപദേശങ്ങളും പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2:41 പറഞ്ഞിരിക്കുന്ന 4 അപ്പോസ്തോലിക ആചാരങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളും കൂടെ ചേർത്ത്, പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ധ്യാനിച്ച തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ധ്യാനവും കൂടെ ചേർത്തൊരു 12 ഭാഗമുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിമാസ ധ്യാനമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 6-ാമത്തെ ഭാഗത്തിൽ കടന്നു വരികയാണ്. നടുക്കെത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ദൈവം സഹായിച്ചതിന് ദൈവത്തിന് സ്തോത്രം. പഠിപ്പിക്കുന്ന ആളുടെ മികവോ നമ്മുടെ ആരുടെയെങ്കിലും മേന്മ കൊണ്ടല്ല, ദൈവം സഹായിച്ചിത്രത്തോളം എത്തി. ഈ വിഷയം ഞാൻ ഇന്നേവരെ പ്രസംഗിക്കാത്തൊരു വിഷയമാണ്. നമ്മളാരും അധികം പ്രസംഗമൊന്നും കേൾക്കാത്തൊരു വിഷയമാണ്, പഠിക്കാത്തൊരു വിഷയമാണ്, അല്ലേ? കൈവെപ്പ്. നമുക്ക് വേറെ കൈവെപ്പൊക്കെ അറിയാം, ഈ കൈവെപ്പ് നമ്മൾ പഠിക്കാറില്ല, അല്ലേ? അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആദ്യമായി ചിന്തിക്കണേ. എന്താണ് ഈ കൈവെപ്പ്? പിന്നെ രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ കൈവെപ്പിനെ എടുത്ത് അടിസ്ഥാന ഉപദേശങ്ങളിൽ വെച്ചിരിക്കുന്നത്? നമ്മൾ ആരും അടിസ്ഥാന ഉപദേശങ്ങൾ പറയാൻ പറഞ്ഞാൽ കൈവെപ്പൊന്നും പറയാൻ പോകുന്നില്ല, അല്ലേ? പക്ഷെ എന്തുകൊണ്ടോ എബ്രായ ലേഖനകർത്താവ് കൈവെപ്പെടുത്ത് അടിസ്ഥാന ഉപദേശങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാന ഉപദേശം? എല്ലാ വിശ്വാസിക്കും ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടാനുള്ള ഉപദേശം. ഇതെങ്ങനെ കൈവെപ്പാകും? നമ്മൾ കണ്ടിട്ടുള്ള കൈവെപ്പ് ഏതാണ്? ആരെങ്കിലും പൂർണ്ണസമയ ശുശ്രൂഷകനോ ഒരു സഭയിലെ പാസ്റ്ററോ ആകുമ്പോൾ നമ്മൾ കൈവെക്കും. അതങ്ങനെ സകല വിശ്വാസികൾക്കും ക്രിസ്തുവിൽ അടിസ്ഥാനമാകുന്നത്, അല്ലേ? അപ്പോൾ കൈവെപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിന് ശേഷം നമുക്കതിൻ്റെ ഈ ചോദ്യം എന്തുകൊണ്ടാണ് അത് അടിസ്ഥാന ഉപദേശമാണെന്നും കണ്ടെത്തണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ കൈവെപ്പ് ഒരുപാട് വാക്യങ്ങളില്ല നമുക്ക് നോക്കുവാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ വിശന്നിരിക്കേണ്ടി വരത്തില്ല, ധ്യാന സമയത്തിന് തീരും. കാരണം വളരെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ നമുക്ക് നോക്കാൻ. പക്ഷേ ഈ വാക്യങ്ങൾ നോക്കി എന്താണ് കൈവെപ്പെന്നുള്ള ആ പ്രവൃത്തി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ അന്തർലീനമായിട്ട് ഇതിൻ്റെ ഒരു അന്തസത്തയായിട്ട് കിടക്കുന്ന വളരെ കാതലായ ഒരു വിഷയമുണ്ട്. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെന്തുകൊണ്ടാണ് അടിസ്ഥാന ഉപദേശമായെന്നുള്ളത്. അല്ലാതെ കൈവെപ്പെന്ന പ്രവൃത്തി ഒരു അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കൈവെപ്പ് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ കൈവപ്പ് ശുശ്രൂഷ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. കൈവപ്പ് ശുശ്രൂഷ പഴയ നിയമത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പഴയ നിയമത്തിലെ അർത്ഥത്തിലല്ല പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയൊരു ധ്വനിയൊക്കെ ഉണ്ടെങ്കിലും പുതിയ നിയമം വ്യത്യസ്തമാണ്, യുണീക്കാണ് ഈ കൈവപ്പ് ശുശ്രൂഷയിൽ. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ കൈവപ്പ് ശുശ്രൂഷ കണ്ടെത്തുന്ന 5 പശ്ചാത്തലങ്ങളാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരും അപ്പോസ്തോലിക സഭയിലെ വിശ്വാസികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ വ്യക്തികൾ, ഈ പ്രത്യേകിച്ച് വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. 1-2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണേ സഹോദരന്മാരെ. അപ്പോസ്തല പ്രവൃത്തികൾ 8:16 മുതൽ 17. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ശമരിയയിലെ വിശ്വാസികൾ അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു, പക്ഷേ അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചില്ലായിരുന്നു. അപ്പോൾ യെരുശലേം സഭ അവിടേക്ക് യോഹന്നാനെയും പത്രോസിനെയും അയച്ചു. അപ്പോഴുള്ള സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8:16-17. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാനും പത്രോസും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. കണ്ടോ, പരിശുദ്ധാത്മ സ്നാനം അവിടെ കടന്നു വരികയാണ്. അത് ഇവർ മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 19:6 അപ്പോസ്തലനായ പൗലോസ് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവരെ നേരെ ചൊവ്വേ സ്നാനപ്പെടുത്തി. അതിനുശേഷം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അവരുടെ തലയിൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവർ അന്യഭാഷകളിലും പ്രവചനത്തിലും നീങ്ങി. അല്ലേ? 2 തിമോത്തിയോസ് 1:6-7. 2 തിമോത്തിയോസ് 1:6-7 പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നിന്നിലുള്ള കൃപാവരം എന്നാണ് മലയാളം ബൈബിളിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൃപാവരങ്ങളെ കുറിച്ചാണെന്ന്. അല്ല, അത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. കൃപാവരം ജ്വലിക്കണമെന്ന് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുന്നു. കാരണം അടുത്ത വാക്യം, 7-ാം വാക്യം, ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, കൃപാവരങ്ങളെ കുറിച്ചല്ല. വീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ട് ഇരിക്കാതെ നീ നിന്റെ ഉള്ളത്തിലുള്ള ആത്മാവെന്ന ദാനത്തെ ജ്വലിപ്പിക്കണം. അപ്പോൾ ഈ 4 വാക്യങ്ങളും ഈ 3 വാക്യങ്ങളും നമ്മൾ കാണുന്നത് കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടത് അപ്പോസ്തലന്മാരാണ്. അപ്പോൾ ചിലർ പറയും അപ്പോസ്തലന്മാർ മാത്രം കൈവച്ചാലേ നമുക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുള്ളൂ. അങ്ങനെയില്ല. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 9, 10, 12, 17. എന്നാൽ അനന്യാസ് എന്ന ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അനന്യാസ് എന്ന അപ്പോസ്തലൻ എന്നല്ല, അനന്യാസ് എന്ന ശിഷ്യൻ, ഒരു സാധാരണ വിശ്വാസി ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, പൗലോസ് അന്ധനായിട്ട് അവിടെ കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ പോകണം എന്നാണ് ഈ പറയുന്നത്. വായിച്ചാട്ടെ. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ശരി, തുടർന്ന് വായിച്ചാട്ടെ. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇനി 17-ാമത്തെ വാക്യം, അനന്യാസ് പോയി കഴിഞ്ഞ് പറയുന്ന കാര്യം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, ഈ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. കണ്ടോ, കാഴ്ച പ്രാപിക്കുന്ന വിഷയം നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. അവിടെ പറഞ്ഞു, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകണം, അല്ലേ? ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ മതി, അത് മതി, അത്രയും വായിച്ചാൽ മതി. അപ്പോൾ കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചത് അനന്യാസ് എന്ന് പറഞ്ഞൊരു സാധാരണ വിശ്വാസി തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതാണ്, അല്ലേ? അപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല, സാധാരണ അന്നത്തെ കാലത്ത് യേശു നിയോഗം കൊടുക്കുന്ന 7 വിശ്വാസിയും പോയി തലയെ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം കടന്നു വരുന്നു. ഇതു കാരണമായിരിക്കണം എബ്രായ ലേഖനകർത്താവ് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ എഴുതിയപ്പോൾ
സ്നാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്ത് തൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കൈവപ്പായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, സ്നാനങ്ങൾ ബഹുവചനമാണ്. അപ്പോൾ ജലസ്നാനമുണ്ട്, ആത്മസ്നാനമുണ്ട്. അപ്പോൾ ആത്മസ്നാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഓടി വന്നത് കൈവപ്പായിരിക്കും. കാരണം കൈവെക്കുമ്പോഴാണ് ആത്മസ്നാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പശ്ചാത്തലം അവിടെയാണ്. രണ്ടാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൃപാവരങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുവാൻ വേണ്ടി സഭാ നേതാക്കന്മാർ അവരുടെ മേൽ കൈവപ്പ് ശുശ്രൂഷ നടത്തുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. 1 തിമോത്തി 4:13 മുതൽ 15. തിമോത്തിയോസിന് ആത്മാവിനെ കിട്ടിയത് നമ്മൾ വായിച്ചു. ഇനി കൃപാവരങ്ങൾ കിട്ടിയതിനെക്കുറിച്ചാണ് 1 തിമോത്തിയോസ് 4:13 മുതൽ 15. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെയാണ് നീ ചെയ്യേണ്ട ശുശ്രൂഷകൾ. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി, നിന്റെ മുന്നേറ്റം, നിന്റെ പ്രോഗ്രസ് എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. വായന, പ്രസംഗം, പ്രബോധനം എന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ, ഉപദേശം, പ്രബോധനം. ഇതിൽ തന്നെ നീ തുടർന്ന് നിന്റെ ശുശ്രൂഷാപരമായ അഭിവൃദ്ധി അല്ലെ മുന്നേറ്റം നീ തെളിയിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ നീ ഉപേക്ഷിക്കരുത്. പക്ഷെ കൃപാവരം എങ്ങനെ തിമോത്തിയോസിന് കിട്ടിയത്? പൗലോസ് കൈവച്ചപ്പോഴല്ല, മൂപ്പന്മാർ കൈവച്ചപ്പോഴാണ്. കണ്ടോ, അതാണ് ഈ 2 തിമോത്തി 1 ഈ 1 തിമോത്തി 4 2 കൈവപ്പുകളെ സൂചിപ്പിക്കുന്നു. പൗലോസ് കൈവച്ചപ്പോൾ നിനക്ക് എന്ത് കിട്ടി? പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി. പിന്നീടൊരു സമയത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ വേർതിരിപ്പിക്കുന്ന മൂപ്പന്മാരുടെ ഒരു മീറ്റിങ്ങിൽ തിമോത്തിയോസിൻ്റെ മേൽ കൈവച്ചപ്പോൾ പ്രവചനത്തിലൂടെ അത് വെളിപ്പെട്ടു വന്നു, തിമോത്തിയോസ് നിനക്ക് ഈ കൃപാവരം ഉണ്ടെന്ന്. അല്ലാതെ ആരെങ്കിലും ഒരു തിമോത്തിയോസിൻ്റെ മീറ്റിംഗ് ഒരു 30 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ആ വരം ഉണ്ടെന്ന് പറഞ്ഞല്ല, അല്ലേ? ചിലരൊക്കെ അങ്ങനെയാണ് വരം കണ്ടുപിടിക്കുന്നത്. കൊള്ളാമല്ലോ, നിങ്ങൾ പാട്ട് പാടാൻ കൊള്ളാം, 10 പ്രാവശ്യം കേട്ടു. അങ്ങനല്ല, ഇത് പ്രവചനത്തിൽ ആർക്കും മനസ്സിലായില്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈവൻ ഇങ്ങനെ ഒരു കൃപാവരമുണ്ട്. അത് മിക്കവാറും ഉപദേശ ശുശ്രൂഷയായിരിക്കും. കാരണം അതുകൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തെ കാര്യങ്ങളെല്ലാം ഉപദേശം, പ്രബോധനം, പ്രസംഗം അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൃപാവരം നീ ഉപേക്ഷിക്കരുത്. അപ്പോൾ കൃപാവരം വന്നിങ്ങനെ മൂപ്പന്മാരുടെ കൈവപ്പിലൂടെ. അപ്പോസ്തല പ്രവൃത്തികൾ 19:6 നമ്മൾ വായിച്ചില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെയാണത്. അപ്പോസ്തലനായ പൗലോസ് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് അന്യഭാഷയും പ്രവചനവും കൂടെ കിട്ടി, അവർക്ക് കൃപാവരവും കൂടെ കിട്ടി, അല്ലേ? അപ്പോൾ സഭാ നേതാക്കന്മാർ, അപ്പോസ്തലൻ മാത്രമല്ല, ഇവിടെ തിമോത്തിയോസിൻ്റെ കാര്യത്തിൽ ഏതൊക്കെയോ മൂപ്പന്മാർ, പേര് പോലും പറയാത്ത മൂപ്പന്മാർ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പാസ്റ്റർമാർ, അല്ലേ? മൂപ്പന്മാർ, സഭാ നേതാക്കന്മാർ കൈവച്ചപ്പോൾ വിശ്വാസികൾക്ക് എന്ത് കിട്ടി? കൃപാവരങ്ങൾ കിട്ടി. ഇനി മൂന്നാമതൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഈ കൃപാവരങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, വിശേഷാൽ സൗഖ്യത്തിൻ്റെ കൃപാവരത്തിൽ പ്രവർത്തിക്കുമ്പോൾ കൈവപ്പ് ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം, കൃപാവരം. ഇനി കൃപാവരത്തിൽ തന്നെ വിശേഷാൽ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അത് എഴുതാനാണ് ഒരുപാട് വാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ അറിയാം. കൈവപ്പെന്ന് എടുത്തു പറയാത്തടത്ത് പോലും ഈ തൊടൽ ഉണ്ട് ഒരുപാട് സ്ഥലത്ത്. അതെല്ലാം കൂടെ എടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കുക, അത്രയ്ക്കുണ്ട് ഒരുപാട് തൊട്ട് സൗഖ്യപ്പെടുന്നത്. അപ്പോൾ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യത്തേത് യേശുക്രിസ്തു കൈവച്ചതിനെ കുറിച്ചല്ല, അവർ വന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. മത്തായി 9:18. മത്തായി 9:18 അവർ വന്ന് അപേക്ഷിച്ച അപേക്ഷയാണിത്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി. മരിച്ചു പോയെന്നുള്ള രീതിയിലായി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ എഴുന്നേറ്റ് ജീവിക്കും. അങ്ങനെ കൈവച്ചാൽ സൗഖ്യം വരുമെന്നല്ലേ? മർക്കോസിന്റെ സുവിശേഷം 6:5. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ. അതെ, അവിടെ വലിയ വീര്യപ്രവൃത്തി ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ചുപേരെ കൈവച്ച് താൻ സൗഖ്യപ്പെടുത്തി, അല്ലെ? ലൂക്കോസ് 4:40. അതായത് ഈ ഒരു സന്ധ്യാസമയം ആയപ്പോഴത്തേക്ക് യേശുവിൻ്റെ അടുക്കൽ നാനാവ്യാധികൾ പിടിച്ച രോഗികളെല്ലാം കൊണ്ടുവന്നു. അവനെന്ത് ചെയ്തു? ഓരോരുത്തരുടെ മേലെ ഈ ഒന്ന് വാവേണ്ട് പറഞ്ഞാൽ പോരായിരുന്നു, നിങ്ങളെല്ലാം സൗഖ്യപ്പെടുന്നു. പക്ഷെ ഓരോരുത്തരുടെ മേലും കൈവച്ച് സൗഖ്യമാക്കി, അല്ലേ? ലൂക്കോസ് 13:10 മുതൽ 13. ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ
കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു അമ്മച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് നിവരാൻ കഴിയാത്തൊരു സഹോദരിയായിരുന്നു. 13-ാം വാക്യം വായിച്ചേ. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവളെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം കടന്നു വന്നു. തൊട്ടുമുമ്പ് അവളുടെ മേൽ കൈവച്ചു. അപ്പോൾ ഇത്രയും വാക്യങ്ങളെ ഞാൻ യേശുവിൻ്റെ കാര്യത്തിൽ എടുക്കുന്നു. ഇനി ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇനി അപ്പോസ്തലന്മാരുടെ കാര്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ന്റെ 10, 12, 17. അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. അനന്യാസ് പൗലോസിൻ്റെ അടുക്കൽ പോയിട്ട് കൈവച്ച് അവൻ്റെ അന്ധത സൗഖ്യപ്പെടുത്തി, അല്ലേ? അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 28-ന്റെ 8 കൂടെ ഒന്ന് വായിക്കാം. പൗലോസിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ. അപ്പോസ്തല പ്രവൃത്തികൾ 28-ന്റെ 8. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടക്കുകയായിരുന്നു. പൗലോസ് അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. കണ്ടോ? അപ്പോൾ സൗഖ്യത്തിൻ്റെ കൃപാവരം പ്രവർത്തിക്കുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യം അവർ കൈവച്ചു എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ പശ്ചാത്തലം, അല്ലേ? അപ്പോൾ ഒന്നാമത് കണ്ടു കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. രണ്ടാമത് കൃപാവരത്തിൽ തന്നെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ കാണുന്നു. ഇനി നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ശുശ്രൂഷയ്ക്കായിട്ട് വ്യക്തികളെ നമ്മൾ വേർതിരിക്കുമ്പോൾ സഭാ നേതാക്കന്മാർ അവരുടെ മേൽ കൈവെക്കുന്നതാണ്. 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. എങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ന്റെ 1 മുതൽ 6. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷിയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാരുടെ നേരെ കൊടുക്കും. യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും എന്ന് പറയുമ്പോൾ 2 കൂട്ടർ യഹൂദന്മാർ തന്നെയാണ്. അല്ലാതെ ജാതീയനും യഹൂദനും തമ്മിൽ അടിയുണ്ടായെന്നല്ല. ജാതീയരൊക്കെ സഭയിൽ കയറുന്ന സമയം പിന്നീടാണ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 10-ലേ വരുന്നുള്ളൂ, കൊർന്നേലിയോസ്. അപ്പോൾ ഇത് യവന ഭാഷ. നമ്മുടെ നാട്ടിൽ പറഞ്ഞ തമിഴനും മലയാളികളും കൂടെ കിടന്ന് അടിയിടുന്നു സഭയ്ക്കകത്ത്, അല്ലേ? വിധവയെ ഒരു ഭാഷ വിധവകളെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉയർന്നു വന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അപ്പോസ്തലന്മാർ ഇവരെല്ലാം വിളിച്ച് സഭക്കാരെല്ലാം വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല, നമുക്കിതിന് സമയമില്ല, അല്ലേ? ഇത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി വചനവും പ്രാർത്ഥനയാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിനെന്ത് ചെയ്തു അവര്? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 ശിഷ്യന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തു. അന്നത്തെ കാലത്തെ സഭയുടെ ഒരു പ്രത്യേകതയാണ് ചുമ്മാ കറി വിളമ്പണവും പോലും ആത്മാവ് നിറഞ്ഞവനായിരിക്കും. ഇന്ന് പ്രസംഗിക്കാൻ പോലും അഭിഷേകമൊന്നും വേണ്ട, അല്ലെ? ഇന്ന് സ്റ്റേജിൽ കയറണേ അഭിഷേകം വേണമെന്ന് പറയുന്ന എത്ര സഭകൾ അറിയാം? രക്ഷിക്കപ്പെടാത്ത ഒരു സ്റ്റേജിൽ കയറുകയാണ് നമുക്ക് അറിയാമല്ലേ? എൻ്റെ മോളെയും കൂടെ ഒന്ന് കയറ്റിയേരെ, എൻ്റെ മോനെയും കൂടെ ഒന്ന് കയറ്റിയേരെ എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് അവിടെ വെറും കറി വിളമ്പാൻ എന്തുവാ അവിടുത്തെ ക്രൈറ്റീരിയ, മാനദണ്ഡം? കറി വിളമ്പണ്ടവൻ പരിശുദ്ധാത്മ ഈ കറി വിളമ്പുന്നതിനൊക്കെ പരിശുദ്ധാത്മാവ്. അതാണ് അന്നത്തെ കാലത്തെ സഭ, അല്ലേ? കാരണം അവന് ജ്ഞാനം കാണും, അവനതിൽ എന്താ പറയുക, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തും. കറി വിളമ്പുന്ന ശുശ്രൂഷയാണെങ്കിൽ പോലും, അല്ലേ? അങ്ങനെയുള്ളവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞത്. അതായത് അപ്പോസ്തലൻ പോയിട്ട് അവൻ്റെ മോനെയും അവൻ്റെ മരുമോനെയും അല്ല പിടിച്ച് സ്ഥാനത്തിരുത്തി, അതുമല്ല. ഇന്നത്തെ സഭ അങ്ങനെയാണല്ലോ. മോനും മരുമോനും അച്ചമ്പിയൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പിന്നെന്ത് വേണം? പകുതി സാമ്പാർ നമ്മുടെ വീട്ടിൽ പോകും, അല്ലേ? സഭയെ കൊടുക്കേണ്ട സാമ്പാർ ഇഡലിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിക്കും. അതല്ല പറഞ്ഞത്, നിങ്ങൾ പോയി കണ്ടുപിടിച്ചോണ്ട് പോവാ, ഞങ്ങൾ അവരെ എന്ത് ചെയ്യാം? അവരെ ഈ വേലക്കാക്കാം. അതാണ് 6-ാമത്തെ വാക്യം. വായിച്ചേ. 5-ാമത്തെ വാക്യം അവരുടെ പേരൊക്കെ പറയുന്നു, നമുക്ക് വായിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ്. 6-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ ഈ തെരഞ്ഞെടുത്തുകൊണ്ട് വന്നു, പൂർണ്ണ ആത്മനിറവുള്ളവനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. കൈവച്ചു. കണ്ടോ? കൈവച്ച് സഭയ്ക്കകത്തുള്ള ഒരു ശുശ്രൂഷയ്ക്ക്. ഇതിനെയാണ് പിന്നീട് നമ്മൾ പറയുന്നത് ഡീക്കൺ മിനിസ്ട്രി, അല്ലേ? ശുശ്രൂഷകൻ നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ ഡീക്കൺസ് എന്നാണ് ശരിക്കുള്ള വാക്ക്. ഡീക്കൺ എന്ന് പറഞ്ഞാൽ സേവകൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഡീക്കൺ എന്ന് പറഞ്ഞാൽ സേവകൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷകളല്ലാത്ത ഭൗതികമായ കാര്യങ്ങൾ, സഭയിലെ കതവ് നേരെയാക്കുക, അവിടുത്തെ കറണ്ട് പോയി, അവിടുത്തെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ, അല്ലേ? അങ്ങനത്തെ കുറേ ഈ ബാഹ്യമായ പല കാര്യങ്ങളുണ്ട്. മെർസി മിനിസ്ട്രി ഉണ്ട്, ഇതുപോലെ വിധവമാരെ, അല്ലേ? ഇതൊക്കെ വചനം പ്രസംഗിക്കാനൊന്നും അറിയേണ്ട ഇവർക്ക്, അല്ലേ? പക്ഷേ ഇവർ ഔദ്യോഗിക ഒരു നേതൃത്വമാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ നിയമിക്കുക, അല്ലെങ്കിൽ ആ നിയോഗത്തിലേക്ക് വേർതിരിക്കുവാൻ അപ്പോസ്തലന്മാർ കൈവച്ചതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? ഇനി മൂപ്പന്മാരുടെ കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ന്റെ 23.
ഒരു സഭയ്ക്കകത്ത് രണ്ട് കൂട്ടരാണ് ഔദ്യോഗിക നേതൃത്വം, അല്ലേ? മൂപ്പന്മാരും ശുശ്രൂഷക്കാരല്ലേ, സേവകർ. സേവകരുടെ കാര്യം കഴിഞ്ഞു, ഇനി അടുത്ത മൂപ്പന്മാർ. അപ്പോസ്തല പ്രവർത്തികൾ 14:23 അത് വായിക്കുമ്പോൾ അവിടെ കൈവപ്പൊന്നും നിങ്ങൾ വായിക്കത്തില്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞുതരാം, വിശദീകരിക്കാം. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസും ബർണബാസിൻ്റെയും കാര്യമാണ്, അവരുടെ മിഷണറി യാത്രയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്യും. ഈ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓർഡറിനോടും എനിക്ക് യോജിപ്പില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ച് മൂപ്പന്മാരെ നിയമിച്ചെന്നാണ് യവന ഭാഷയിൽ, അല്ലാതെ നിയമിച്ചിട്ട് പിന്നെ ഉപവസിക്കാൻ പോയെന്നല്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ചു നിയമിച്ചു. പക്ഷേ ഈ നിയമിച്ചു എന്നുള്ള ആ വാക്ക് യവന ഭാഷയിൽ കൈ നീട്ടി എന്നാണ്. കൈ നീട്ടി. അപ്പോൾ കൈ നീട്ടി എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് കൈ നീട്ടി തലേ തൊട്ട് അവരെ നിയമിച്ചു എന്നുള്ളൊരു വാക്കല്ല. അപ്പോയിൻറ്റഡ് എന്നാണ് ഇംഗ്ലീഷിലൊക്കെ. പക്ഷേ ഇംഗ്ലീഷിൽ സ്ട്രെച്ച്ഡ് ദ ഹാൻഡ്. ഈ പല ബാപ്റ്റിസ്റ്റ് സഭകൾ, അങ്ങനത്തെ ചില സഭകൾ എന്തുകൊണ്ടാണ് ഈ വോട്ട് ഇടുന്നതെന്നറിയാമോ? ചില വോട്ട് ചെയ്യുന്ന സഭകൾ നിങ്ങൾക്കറിയാം, കൈപൊക്കി നമ്മൾ പാസ്സാക്കി, അല്ലേ? ഭൂരിപക്ഷവും കൈപൊക്കി. ഈ കൈപൊക്കൽ എവിടെ നിന്ന് വന്നെന്നറിയാമോ? അത് ഈ വാക്യത്തിൽ നിന്നായി പിടിച്ചത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോസ്തലന്മാർ കൈ നീട്ടി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, മേളിലോട്ട് അങ്ങ് കൈ നീട്ട്. കൈ നീട്ടിയല്ലോ, അപ്പോൾ പിന്നെ വോട്ടായി, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ വോട്ടിംഗ് എന്നുള്ള ഒരു ചിന്ത വന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കൈ നീട്ടി വോട്ട് ചെയ്തെന്നല്ല. അത് അതിന് വേറെ പല യവന ഭാഷയിലെ പല കാര്യങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ കൈ നീട്ടി എന്ന് പറയുന്നത് കൈവപ്പ് ശുശ്രൂഷ ചെയ്തു എന്നുള്ളത്. പക്ഷെ ആരെ ഇവിടെ നിയമിച്ച്? മൂപ്പന്മാരെ, അല്ലേ? അപ്പോൾ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകന്മാർ രണ്ട് കൂട്ടരുമായി, മൂപ്പന്മാരുമായി സേവകന്മാരുമായി. ഇനി സഭയ്ക്ക് പുറത്തോട്ട് പോകുന്നവരുടെ കാര്യമോ? അപ്പോസ്തല പ്രവർത്തികൾ 13:1-3, 1 മുതൽ 3. അന്ത്യോക്യ സഭയിലെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. വായിച്ചാട്ടെ. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞപ്പോൾ, 3-ാമത്തെ വാക്യം അതാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച്. കണ്ടോ, നേരത്തെ കണ്ടതാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചുള്ള കൈവപ്പ്. ഇവിടെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. കണ്ടോ? അപ്പോൾ പുറത്തോട്ട് പോകുന്നവൻ, സഭയ്ക്കകത്തല്ല ശുശ്രൂഷ ചെയ്യുന്നു, സഭയ്ക്ക് പുറത്ത് മിഷണറി പ്രവർത്തനത്തിന് പോകുന്നവനും കൈവപ്പ് ശുശ്രൂഷയോടെ എന്താ പറയുക, ഒരു ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ടു പോവുകയാണ്, അല്ലേ? അപ്പോൾ ഈ കൈവപ്പ് ശുശ്രൂഷ, ഇതാണ് നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന കൈവപ്പ് ശുശ്രൂഷ. നമുക്ക് കൈവപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആദ്യം ചിന്തിച്ച് ചെയ്തല്ലേ, ഒരാളെ പിടിച്ച് ശുശ്രൂഷകനാക്കുന്ന കൈവപ്പ്, അല്ലേ? എന്നാൽ ഇത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ചുമ്മാ കണ്ണി കാണുന്നതിനെയൊക്കെ പിടിച്ച് കൈവപ്പ് വരുത്, അല്ലേ? 1 തിമോത്തിയോസ് 5:22 തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. അത് ആ പശ്ചാത്തലം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ വായിപ്പിക്കുന്നില്ല, 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 22 മാത്രം വായിക്കുകയാണ്. 1 തിമോത്തി 5:22 എന്താ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ? ഏതൊരുത്തൻ്റെയും മേലും വേഗത്തിൽ കൈവെക്കരുത്, അല്ലേ? അത് തൊട്ടപ്പുറത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? മൂപ്പന്മാരെ കുറിച്ചാണ്. ഈ 1 തിമോത്തി 5-ാം അധ്യായം 2 കൂട്ടരെ കുറിച്ചാണ്. 1 വിധവകളെ കുറിച്ചും 2 മൂപ്പന്മാരെ കുറിച്ചും, അല്ലേ? ഈ 2 കൂട്ടരെ സൂക്ഷിച്ചില്ലേ സാപ്പ പൊളിയും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാരെ, ഒന്നാമതായിട്ട് മൂപ്പന്മാർക്കെതിരെ എന്തെങ്കിലും അപവാദം വന്നാൽ അതിൽ 2 സാക്ഷികളുണ്ടായിരിക്കണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ മൂപ്പന്മാർ പാപം ചെയ്യുന്നവരാണെങ്കിൽ സകലരുടെയും സമക്ഷത്തിൽ അവരെ നീ ശാസിക്കണം, കാരണം അവർ പാപം ചെയ്യരുത്. പിന്നെ അപ്പോൾ പാപം ചെയ്യുന്ന മൂപ്പന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞിരിക്കുകയാണ് വേഗത്തിൽ നീ ആരുടെ മേലും കൈവെക്കരുത്. തുടർന്ന് വായിച്ച ആ വാക്യം, 22-ാം വാക്യം പൂരിപ്പിച്ചേ. കണ്ടോ, അയോഗ്യന്മാരെയൊക്കെ പിടിച്ച് ശുശ്രൂഷ സ്ഥാനത്ത് വെച്ച് കൈയും കൊടുത്തങ്ങ് വിട്ടാൽ അവൻ ചെയ്യുന്ന മണ്ടത്തരത്തിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണ്. കണ്ടോ? അപ്പോൾ ഇത് ചുമ്മാ ഒരാളെ പിടിച്ചങ്ങ് നമ്മൾ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യങ്ങളിലെല്ലാം എന്താണ്? ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം തന്നെ, അല്ലേ? പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 13 വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് ഇവരെ ചെയ്യണമെന്ന്. പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുക, ചെയ്യട്ടെ,
അല്ലേ കേട്ടോ? വളരെ നമ്മൾ ഗൗരവത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്നത് ചുമ്മാ ഒരുത്തം വന്ന് പറയുകയാണ് എനിക്ക് ശുശ്രൂഷ ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ കൈവച്ച് അങ്ങ് ഇറക്കുക, അല്ലേ? 1 തിമോത്തി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് നല്ലൊരു കാര്യമാണ് അവൻ ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നു, നല്ല കാര്യം. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനോട് ചേർന്ന് പോകുന്ന സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകണമെന്ന് താഴെ പിന്നെ പറഞ്ഞിരിക്കുക. അതെന്തിനാ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ചേരുന്നവനെ വേണം നീ കൈവച്ച് ശുശ്രൂഷയിൽ ഇറക്കാൻ, അല്ലേ? അതെ, 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ശുശ്രൂഷകന്മാരെ കുറിച്ച്, ഡീക്കൺസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 തിമോത്തി 3:11 വായിച്ചേ. ആദ്യം പരീക്ഷിക്കണം, കണ്ടോ? കണ്ടോ? ആദ്യം പരീക്ഷിക്കണം അവര്. അല്ലാതെ ഒരുത്തം വന്നിട്ട് പറയണം എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം, എന്നെ ഒന്ന് പുൾപ്പിറ്റ് കയറ്റുമോ, പിന്നെ എന്താ നാളെ തന്നെ അടുത്ത ആഴ്ച തന്നെ നമ്മൾ കയറ്റിക്കളയാം. അത് പാടില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ആദിമസഭ ഇതൊക്കെ വളരെ കെയർഫുള്ളായിരുന്നു. തലേ കൈവച്ച് നമ്മൾ ശുശ്രൂഷയിൽ ഇറക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മൾ അവരെ ഭരമേൽപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ, അല്ലേ? നമ്മളൊരു അതോറിറ്റിയും ഒരു അപ്രൂവലും കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് കേട്ടു, ഒരു സെൻട്രൽ പാസ്റ്റർക്ക് ഇത്ര രൂപയും ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം പുള്ളി ഓർഡൈൻ ചെയ്യും. നമ്മളെ ചെല്ലാൻ പറയും അവരുടെ വാർഷിക കൺവെൻഷൻ, ആർക്കും ചെന്ന് ഓർഡിനേഷൻ ഇത്ര രൂപ കൊടുത്താൽ മതി. അതെന്തോന്ന്, അല്ലേ? അതെന്ത് മണ്ടത്തരം അത്? അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പാപത്തിൽ നീ ഭാഗമാകരുത്. ഭൂലോക ഫ്രോഡിനെയൊക്കെ പിടിച്ച് നീ കൈയും വെച്ച് അവനെ ശുശ്രൂഷയിൽ ഇറക്കല്ലേ, അവൻ്റെ പാപം നിൻ്റെ പങ്കുണ്ടായിരിക്കും അതിൽ, അല്ലേ? അവനിനി ഭാവിയിൽ പാസ്റ്ററായിട്ട് ചെയ്യുന്ന എല്ലാ പാപത്തിൻ്റെ ഉത്തരവാദി നീയാണ്. ഇവനെ ആരടാ പിടിച്ച് പാസ്റ്ററാക്കിയെന്ന് ഓരോരുത്തരും കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആലോചിക്കാം, ഇവൻ തന്നെ ആക്കിയത്, ഇവനും ആ പാപത്തിൻ്റെ പങ്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷ്മതയോടെ ഇത് ചെയ്യണം. ശരി, 5-ാമത്തെ പശ്ചാത്തലം വളരെ ലളിതമാണ്, നമ്മളധികം ധ്യാനിക്കുന്നില്ല, അത് ഞാനങ്ങ് വായിച്ചങ്ങ് വിടുകയാണ്. യേശുക്രിസ്തു ശിശുക്കളെ അനുഗ്രഹിക്കാൻ കൈവപ്പ് ശുശ്രൂഷ ചെയ്തു, അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 10:16 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കൈ വെച്ച് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള, അത് അവിടെ വാവകൾ എന്നുള്ള അർത്ഥമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബേബീസ്, അല്ലാതെ നമ്മുടെ ഏമിയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്, ശിശുക്കൾ, അല്ലേ? നമ്മൾ പ്രതിഷ്ഠയൊക്കെ കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, ഏറ്റവും മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ, അല്ലേ? അപ്പോൾ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൈവപ്പ് ശുശ്രൂഷ. അപ്പോൾ നമ്മൾ 5 പശ്ചാത്തലങ്ങൾ കണ്ടു കഴിഞ്ഞു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ, കൃപാവരങ്ങൾ പ്രാപിപ്പാൻ, പ്രത്യേകിച്ച് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ, അല്ലേ, കൃപാവരം പ്രവർത്തിക്കുമ്പോൾ, ശുശ്രൂഷ രംഗത്ത് വ്യക്തികളെ വേർതിരിക്കുവാൻ വേണ്ടി, പിന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് അന്തർലീനമായ ഒരു വിഷയം? എന്തിനാണ് കൈവപ്പ് എന്ന് പറയുന്ന ഈ ശുശ്രൂഷ? അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് അടിസ്ഥാനപരമാണെന്ന് പറയാൻ പറ്റുന്നത്. എന്താണ് ഈ എല്ലാ കാര്യത്തിലും ചേർന്ന് പോകുന്ന ഒരു കാര്യം? എന്താണ്? മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് എന്ത്? കൈവപ്പ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന വിഷയം എന്താണ്? അന്യോന്യമുള്ള നമ്മുടെ ശുശ്രൂഷ. അത് അടിസ്ഥാന ഉപദേശമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരുപാട് ഈ വിശുദ്ധിയും വേർപാടും ഒക്കെ പ്രസംഗിക്കുന്നവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനും ദൈവവും വിശുദ്ധിയും മാത്രം, പിന്നെ ആരുമില്ല, അല്ലേ? മാനസാന്തരപ്പെടുന്നു, വിശ്വസിക്കുന്നു, ജലസ്നാനം എടുക്കുന്നു, പിന്നീട് പരിശുദ്ധാത്മ സ്നാനം എടുക്കുന്നു. ഇത് ഞാനും ദൈവവും മാത്രമേ ഉള്ളൂ. ഇതിൽ കൂട്ടുവിശ്വാസികളും സഹോദരങ്ങളും ഈ ചിത്രത്തിലില്ല. അത് പുതിയ നിയമ ഭക്തിയല്ല. പുതിയ നിയമ ഭക്തിയിൽ ഇനി കൂട്ടുവിശ്വാസികളെ സേവിക്കണം നമ്മൾ. ശുശ്രൂഷയാണ് അപ്പോൾ ഇതിൽ അന്തർലീനമായ വിഷയം. മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിച്ച് അവർ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി അവരെ നമ്മൾ തൊട്ട് അനുഗ്രഹിക്കുക. അതാണ് കൈവപ്പിൽ ആത്യന്തികമായിട്ട് അടങ്ങിയിരിക്കുന്ന ആ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സകല വിശ്വാസികളെയും ബാധിക്കുന്നതാണ്. അല്ലാതെ പാസ്റ്റർമാരെയോ മിഷണറിമാരെയോ ഡീക്കന്മാരെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഇത് ബൈബിളിൽ തെറ്റിപ്പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖന കർത്താവിന് തെറ്റിപ്പോയി. അതെങ്ങനെ അടിസ്ഥാന ഉപദേശമാകുന്നു? ഇവിടെ അടിസ്ഥാന ഉപദേശമാകുന്നതിൻ്റെ കാരണം ഇത് നമ്മൾ തമ്മിലുള്ള അന്യോന്യമുള്ള ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രവൃത്തി ഇത്രയുള്ളെങ്കിലും ഇത് സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യം അടിസ്ഥാന ഉപദേശമാണ്. അന്യോന്യം ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണ് നമ്മൾ.
ഇത് നമ്മുടെയൊക്കെ പല സഭാ പാരമ്പര്യങ്ങളും കാരണം നമുക്കിതൊന്നും മനസ്സിലാകാറില്ല അല്ലേ. നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന പല സഭകളിലും ഒരുത്തൻ ശുശ്രൂഷിക്കും, ബാക്കി എല്ലാവരും ഇങ്ങനെ കിടന്ന് ഉറങ്ങും അല്ലേ. അത് പാടില്ല. അന്യോന്യം ശുശ്രൂഷിക്കണം. ഇതൊരു ശരീരമാണ്, ഇതൊരു കുടുംബമാണ് അല്ലേ. ആ ഒരു സഭാ കാഴ്ചപ്പാടുണ്ടെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത കാഴ്ചപ്പാടിൽ ഇതെന്തിനാണോ എന്തോ കൈവപ്പ് പിടിച്ച് അടിസ്ഥാന ഉപദേശമാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിനാദ്യം ഒന്നാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു വാക്യത്തിലൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 4:20. പുതിയ നിയമത്തിലെ ആത്മീയതയിൽ ഈ പറഞ്ഞ കാര്യം എത്രമാത്രം കാതലായ വിഷയമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഒരുത്തൻ കൂവി വിളിച്ച് കൈയൊക്കെ അടിച്ച് ബോളം വെക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ എപ്പോഴും തെറിയും വിളിച്ച് അവനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവനെ കുറിച്ച് അപ്പോസ്തലൻ എന്താ പറയുന്നത്? അവൻ കള്ളനാകുന്നു. വളരെ അല്ലേ, ഒന്നും വലിയ വളച്ചൊടിക്കലൊന്നുമില്ല, അവൻ നുണയനാകുന്നു. അപ്പം നമ്മളൊക്കെ ആരാ? നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ധ്യാനമാണല്ലോ ഇത് അല്ലേ, അല്ലാതെ ചുമ്മാ വിജ്ഞാനമല്ലല്ലോ. 1 യോഹന്നാൻ 4:20 കാണാൻ പഠിക്കാനല്ല നമ്മളിത് വായിച്ചത്. അപ്പം ഞാനാരാ അല്ലേ? ആരാധന സമയത്ത് നമ്മളിപ്പോൾ കുറേ പാട്ടൊക്കെ പാടി, യേശു ആരിലും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിച്ച് പാടി. തൊട്ടടുത്തിരിക്കുന്നവരോടൊക്കെ നമ്മുടെ ബന്ധം എങ്ങനെയാണ് അല്ലേ? പകയുണ്ടോ? ഉണ്ടെങ്കിൽ പുതിയ നിയമം പറയുന്നത് നീ കള്ളനാണെന്നാണ്. നിനക്ക് ദൈവത്തോട് സ്നേഹമില്ല. കാരണം എന്താണ്? കാണാൻ പറ്റുന്ന സഹോദരനോട് സ്നേഹമില്ലാത്തവൻ കാണാത്ത ദൈവത്തെ ഒന്നും സ്നേഹിക്കുന്നൊന്നുമില്ല അല്ലേ. നമ്മൾ പറയുന്ന അല്ലല്ല, അല്പമൊക്കെ ദൈവത്തോട് സ്നേഹമുണ്ട്, പിന്നെ സഹോദര സ്നേഹം കുറച്ച് വീക്കാണ് അവൻ്റെ അല്ലേ. ചിലർ പറയുന്നില്ലേ, അവന് ബൈബിൾ നന്നായിട്ട് അറിയാം, പിന്നെ അവൻ ബന്ധങ്ങളൊക്കെ മഹാപോക്കാണ്, ഭയങ്കര ദേഷ്യമൊക്കെ വരും, ഈർഷ്യയൊക്കെ ഉണ്ട്, നന്നായിട്ട് പ്രസംഗിക്കും. അവൻ്റെ പ്രസംഗം കേൾക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ കള്ളൻ്റെ പ്രസംഗം കേൾക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിലെ ആത്മീയത നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് മുമ്പിലാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെക്കാളും കൂടുതൽ സഹോദരങ്ങളെ സ്നേഹിക്കണമെന്നല്ല, സഹോദര സ്നേഹം ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സഹോദരനോട് സ്നേഹമില്ലാതെ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അതൊരു ആത്മീയ വഞ്ചനയാണ്, ഒരു ഉപായമാണ്, ഒരു ഡിസെപ്ഷനാണ്. സഹോദരങ്ങളോടൊന്നും അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആരാധന സമയത്തുണ്ടല്ലോ കണ്ണുനീരൊക്കെ വന്നിട്ട് രോമാഞ്ചമൊക്കെ വരുന്നുണ്ട്, അത് കപടതയാണ്, കള്ളത്തരമാണ്, നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അടിസ്ഥാന ഉപദേശത്തിൽ ഈ കൈവപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്, നമ്മളെ വിളിച്ചിരിക്കുന്നതേ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള ഈ സമയം നമ്മൾ ഇതിനു മുമ്പ് ചെയ്യാത്ത പോലെ നമ്മൾ ഒരു വേദഭാഗം എടുത്ത് നമ്മൾ തുടർമാനമായിട്ട് വാക്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ആത്മീയ ശുശ്രൂഷ എന്താണ്? ശുശ്രൂഷ തന്നെ നമുക്ക് പലപ്പോഴും അറിഞ്ഞൂടാ, പക്ഷേ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ 1-2 വസ്തുതകൾ, അടിസ്ഥാനപരമായ വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് 1 പത്രോസിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിനി അന്ത്യം വരെ 1 പത്രോസിൽ തുടരാൻ പോവുകയാണ്. പലപ്പോഴും ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൗലോസിൻ്റെ ലേഖനം അല്ലെങ്കിൽ കൊരിന്ത് ലേഖനമൊക്കെ എടുത്ത് കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ വായിച്ചു വിടും. എന്നാൽ പത്രോസിൽ നിറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും അത് പ്രസംഗിച്ച് കേൾക്കാറില്ല. അപ്പോൾ ഓരോരോ വാക്യങ്ങളായിട്ട് നമ്മൾ നോക്കി പോകാൻ പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വായിച്ച് സഹായിക്കണം. 1 പത്രോസിൻ്റെ ആദ്യം 1-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം ഒന്ന് വായിച്ചേ. പതുക്കെ വായിക്കണം. പത്രോസ് വളരെ എന്താ പറയുക, കോൺസെൻട്രേറ്റഡാണ് എഴുതി വെച്ചിരിക്കുന്നത്. വെള്ളം ചേർത്താലേ വല്ലതും മനസ്സിലാവൂ അല്ലേ, എല്ലാം കൂടെ ചേർത്ത് അടിച്ചങ്ങ് എഴുതി വെച്ചിരിക്കുക. വായിച്ചോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലിരിക്കാൻ. അത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇനി എന്തോ പറയാൻ ബാക്കി വാക്യങ്ങൾ അല്ലേ? മനസ്സിലായോ ആ പറഞ്ഞത്? യേശു ക്രിസ്തുവിന് ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? ആ തേജസ് കണ്ടേച്ച് നമ്മൾ പറയണം, ഇനി ഇവനിലാണ് എൻ്റെ വിശ്വാസം, ഇനി ഇവനിലാണ് എൻ്റെ പ്രത്യാശ അല്ലേ. രക്ഷിക്കപ്പെടുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ തേജസ് കണ്ടവർ എന്നാണ്. ഒരുപാട് വാക്യങ്ങളുണ്ട്, അടുത്ത് വായിക്കാൻ സമയമില്ല. പക്ഷേ സുവിശേഷം കണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവത്തിൻ്റെ തേജസ് കണ്ടു എന്നാണ്. അങ്ങനെ തേജസ് കണ്ടവർ അവരുടെ വിശ്വാസവും പ്രത്യാശയും എവിടെ വെച്ചിരിക്കുകയാണ്? ദൈവത്തിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. അത് തന്നെ ഒരു പ്രസംഗമാണ്, രക്ഷിക്കപ്പെടുന്നത് എന്താണെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ച ബ്രദറെ. അവന് തേജസ് കൊടുത്തിരിക്കുന്നു.
എന്നാൽ സത്യം അനുസരിക്കയാൽ, അതായത് ഈ സുവിശേഷ സത്യം അനുസരിക്കയാൽ, വളരെ ശ്രദ്ധിച്ച് കേട്ടോണേ, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ആ വാക്യം പറഞ്ഞിരിക്കും, മനസ്സിലായോ? സുവിശേഷ സത്യം കേട്ട് ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം സംഭവിച്ചെന്ന്. എന്ത് ശുദ്ധീകരണം? സഹോദരന്മാരെ സ്നേഹിക്കുവാനുള്ളൊരു ശുദ്ധീകരണം സംഭവിച്ചത്. ഇത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെങ്കിലും ഏതെങ്കിലും പൊതുവിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങളിപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ചല്ലേ, എന്താ സംഭവിച്ചെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള ശുദ്ധീകരണം സംഭവിച്ചെന്ന്. നമ്മളിതൊന്നും പ്രസംഗിക്കാറില്ല. കാരണം നമ്മൾ ഈ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഭാവിയായിരുന്നു, ഞാൻ നരകത്തിൽ പോകും, എനിക്ക് ലോട്ടറി ടിക്കറ്റ് കിട്ടി, ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ യേശുവിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും. മറ്റുള്ളവൻ പോയാൽ മരിച്ചാൽ എന്ത് ജീവിച്ചാൽ എനിക്കൊന്നും അറിയില്ല, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസിൻ്റെ കാഴ്ചപ്പാടേ നമുക്ക് മനസ്സിലാകുന്നില്ല. സഹോദര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് സഹോദര പ്രീതി. ഞാനൊന്ന് ഭ്രാന്തായതാ വരുന്നു. നമ്മൾ ചില പാട്ടൊക്കെ സ്വർഗീയ പിതാവ് ഇതാ ഞാൻ വരുന്നു എന്നൊക്കെ നമ്മൾ ആരെങ്കിലും പാടാറുണ്ട്. ഞാനിതാ വരുന്നു അങ്ങോട്ട് അന്യോന്യ എൻ്റെ ബ്രദറെ ഞാൻ കൊണ്ട് സ്നേഹിക്കാൻ വരികയാണ് കേട്ടോ, ഒരുങ്ങി ഇരുന്നോണം എന്ന് പറയാറുണ്ടോ നമ്മൾ? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായതുകൊണ്ട് എന്ത് പറ്റി? ദൈവം ഇനി നമ്മുടെ എല്ലാ കാര്യവും നോക്കുമ്പോൾ നമുക്കിനി സ്വാർത്ഥതയില്ല, അല്ലേ? നമുക്ക് അന്യോന്യം സ്നേഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇവന് എനിക്ക് സ്നേഹം തരുമോ, ഇയാളെന്നെ പറ്റിക്കുമോ, ഇങ്ങനെ നമുക്ക് വ്യാകുലതകളാണ്, അല്ലേ? നമുക്ക് സെക്യൂരിറ്റി ഇല്ല, നമുക്ക് സുരക്ഷിതത്വം ഇല്ല. ഇയാളെപ്പോൾ പണിഞ്ഞു വെച്ച് പോകും, ഇയാളെപ്പോൾ ബാക്കിൽ കൂടെ വരും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ മിടുക്കന്മാരാണ്, അല്ലേ? നമ്മൾ എത്ര പേരെ കണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇയാളെ ഒന്നും അങ്ങനെ സ്നേഹിക്കാം. നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയാണ് സ്നേഹിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ പോലും പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ അറിയുന്നത് ഇങ്ങനെ ഈ ചൂണ്ടയിട്ടേച്ച് കൊത്തുന്നെങ്കിൽ വലിക്കാം, അല്ലേ? എല്ലാം കണക്കൂട്ടലാണ്. അപ്പോഴാണ് ദൈവം വന്നിട്ട് പറയുന്നത്, നിൻ്റെ ഈ ഹൃദയത്തിൽ ഈ കണക്കൂട്ടലൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേ, ഞാൻ താ നിൻ്റെ ദൈവം, മരണത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ദൈവം. നിനക്കെന്തോ ഇനി ഭയം, അല്ലേ? കർത്താവ് എന്നെ കാക്കുന്നു, എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നു. എബ്രായർ 13 പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ഇനി മനുഷ്യൻ എന്നോട് എന്തോ ചെയ്യുമെന്ന്. അത് പണമായിട്ട് ബന്ധപ്പെടാൻ മനുഷ്യനി എന്തോ ചെയ്യുമെന്ന്. സുരക്ഷിതത്വം വന്നു ഹൃദയത്തിൽ. ഇനി ആര് കളഞ്ഞേച്ചു പോയാലും നിലവിളിച്ചുകൊണ്ടിരിക്കത്തില്ല, ആര് കൂടില്ലേലും സന്തോഷിച്ചുകൊണ്ടിരിക്കാം, ആര് തിരിച്ചൊന്നും തന്നില്ലേലും എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാം. കണ്ടോ? അതാണ് ശുദ്ധീകരണം സംഭവിച്ചു. കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിവെച്ച് നിർവ്യാജ സ്നേഹം കാണിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ശുദ്ധീകരണം സംഭവിച്ചു. അങ്ങനെയാണ് വിശ്വാസം ഹൃദയത്തെ സ്നേഹത്തിന് വേണ്ടി ശുദ്ധീകരിക്കുന്നത്. പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ഹൃദയത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെ ഇനി അടക്കി വെക്കാം. എന്നെ ഇനി ആര് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേ, അവർ തിരിച്ചു തന്നാലും തിരിച്ചു തന്നില്ലേലും ദൈവം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിൽ പിന്നെ എനിക്ക് ഈ ബന്ധത്തിൽ കിട്ടുന്നത് നോക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തിരിച്ച് ചവിട്ടാണ് തരുന്നതെങ്കിലും സ്നേഹിക്കാൻ പറ്റും. ഇങ്ങനെ സഹോദര പ്രീതിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഇനിയാണ് കൽപ്പന. ഇതുവരെ പറഞ്ഞത് വസ്തുത, ഇനി കൽപ്പന എന്താ? അന്യോന്യം ഉറ്റു സ്നേഹിപ്പീ. കേട്ടോ? അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. നമ്മൾ ശുശ്രൂഷയിലേക്ക് വന്നില്ല, ഇനി മുന്നോട്ട് പോട്ടെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ച? 23-ാമത്തെ വാക്യം നമ്മൾ വീണ്ടും ജനിച്ചു. ഒന്ന് വായിച്ചേ. കണ്ടോ? ഈ രൂപാന്തരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന എന്താണ്? വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വാക്യം കൂടെ വായിച്ച ബ്രദറെ, 24-ാം വാക്യം. പുല്ലിന്റെ പൂ പോലെ ഇത് ചിലരൊക്കെ ഈ വാക്യം വായിച്ചിട്ട് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറയും. ഞാൻ അമേരിക്കയിലൊക്കെ ആയിരുന്ന സഭകളിൽ അന്നത്തെ വേദഭാഗം വായിച്ചു വെച്ച് പാസ്റ്റർ ഇതിങ്ങനെ പറയും, ഇങ്ങനെ ചുമ്മാ ഒരു വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഈ കേട്ടത് ദൈവവചനമാണ്, ഇത് പുല്ലല്ല, പൂവല്ല, ഇത് ഉതിർന്നു പോകത്തില്ല. പക്ഷെ ഈ പശ്ചാത്തലത്തിൽ എന്തോ ഈ പറഞ്ഞു? ഇത്ര നേരം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് ഇത് പുല്ലും പൂവും ഒക്കെ പറയുന്നു ഇവിടെ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ ഈ രൂപാന്തരം ഉളവാക്കിയ വചനം ഉതിർന്നു പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ ജഡപരമായിട്ടുള്ള നടനമാണ് നിങ്ങളുടെ രൂപാന്തരമെങ്കിൽ ഒരു നാൾ വാടിപ്പോകും, അത് ഉതിർന്നു പോകും. ചുമ്മാ അഭിനയമാണെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം സഭയിൽ വന്ന് പറഞ്ഞില്ലേ, ഈ കെട്ടിപ്പിടുത്തവും ഉമ്മയും ഈ ഓവർ കാണിക്കുന്ന ടീമുകളുണ്ടല്ലോ, അതൊക്കെ വെറും നടനം.
ഒരു കഷ്ടത വരുമ്പം പൊടി പോലും കാണില്ല. എന്നാൽ ശരിക്കും വചനത്താൽ ഉള്ളിൽ രൂപാന്തരം വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ സ്നേഹമൊക്കെ എങ്കിൽ ഒരു നാളും ഉതിർന്നു പോകുകയില്ല, ഒരു നാളും വാടിപ്പോകത്തില്ല. കാരണം ഇതിൻ്റെ ബീജമേ വാടിപ്പോകാത്ത ഉതിർന്നു പോകാത്ത ദൈവവചനം. അപ്പോൾ നമ്മുടെ ജഡപരമായിട്ടുള്ള ആത്മീയതയാണോ, നമ്മുടെ ജഡത്തിലുള്ള നടനമാണോ ആത്മീയത, അതോ വചനം ഉളവാക്കുന്ന രൂപാന്തരമാണോ നമ്മുടെ ആത്മീയത? അതാണ് ഇവിടെ ചോദിക്കേണ്ട ചോദ്യം. ഈ സഹോദര സ്നേഹം വിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ തുടർന്നും പത്രോസ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആകയാൽ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. ആകയാൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കെ, ആകയാൽ വായിച്ചേ 2-ാം അധ്യായം 1-ാം വാക്യം. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. വചനം പഠിക്കാൻ കടന്നു വരണമെന്നല്ല അവിടെ പറഞ്ഞത്. ഇങ്ങനെ സഹോദര സ്നേഹത്തിനായിട്ട് നമ്മുടെ ഉള്ളം നിർമ്മലീകരിച്ചിരിക്ക കൊണ്ട് ആ സഹോദര ബന്ധത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 5 പാപങ്ങളും എടുത്ത് കളഞ്ഞേച്ച് വേണം നിങ്ങൾ വചനം പഠിക്കുവാൻ കടന്നു വരുവാൻ. അല്ലേ? നമ്മുടെ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയത് ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ്. സഹോദര ബന്ധത്തിൽ ഈ ക്രമീകരണം വരുത്താതെ പാല് കുടിക്കാൻ വരുന്നവരൊന്നും വളരാൻ പോകുന്നില്ല. ഇന്ന് പല സഭകളിലും ഈ പ്രസംഗം എന്നിട്ട് തമ്മിത്തല്ല്. എന്ത് വളർച്ച? ഒരു വളർച്ചയില്ല. യൂട്യൂബിൽ കുറേ വീഡിയോ വരുന്നതല്ലാതെ ഒരു വളർച്ചയും വരുന്നില്ല. അല്ലേ? പ്രസംഗം കുറേ കയ്യടിയൊക്കെ വാങ്ങിച്ച് പോകുന്നത്. പ്രസംഗൻ്റെ വിചാരം ഞാൻ പ്രസംഗിച്ച് ഇവരെയൊക്കെ അങ്ങ് സ്വർഗത്തിലെത്തിക്കുന്നു, ഇവൻ തന്നെ അവിടെ എത്തുമെന്ന് അറിഞ്ഞു. അല്ലേ? മത്തായി 7:23 എനിക്ക് തന്നെ അറിയാം ഞാൻ അങ്ങ് എത്തുമെന്ന്. പിന്നാണ് ഈ അടിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനം പഠിക്കാൻ ഞാൻ ആദ്യം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ജിനു ബ്രദറിൻ്റെ വീട്ടിൽ തിരുവെഴുത്തുകൾ പഠിച്ചത്. കുറേ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ട് വചനം പഠിച്ചില്ലെങ്കിൽ പരീശന്മാരെ പോലെ ഇരിക്കും. ആ വചനമൊക്കെ പഠിച്ച ഒരു ഗുണവും ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ സഹോദര ബന്ധത്തിൽ ഈ 5 ഈ പറഞ്ഞ എല്ലാം മാറ്റണം. ഈ 5 കാണാതെങ്കിലും അറിയാം നമുക്ക്. എന്തൊക്കെയാണ് മാറ്റേണ്ടത്? സകല ദോഷവും, അല്ലേ, ദുഷ്ടതയും, അതെ, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണയും ഒക്കെ നീക്കിയിട്ട് വേണം നമ്മൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മീറ്റിംഗ് തുടങ്ങേണ്ടിയിരുന്നത്. അല്ലേ? അങ്ങനെ വേണം നിങ്ങൾ വചനം പഠിക്കാനെന്ന്. എങ്കിലേ ഈ നേരത്തെ പറഞ്ഞ ശുശ്രൂഷയും അന്യോന്യമുള്ള സ്നേഹവും ഒക്കെ വരത്തുള്ളൂ. അല്ലേ? അപ്പോൾ വചനത്താൽ ഉള്ളത്തിൽ ഈ നിർമ്മലീകരണം അനുഭവിക്കുന്നവർ വേണം വചനം പഠിക്കാൻ വരാൻ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ വെറുതെ വിജ്ഞാനം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഞാനൊക്കെ ഒരുപാട് വർഷങ്ങൾ അതിൻ്റെ പുറകെ നടന്ന ആളാണ്. അതുകൊണ്ടാണ് അനുഭവ വെളിച്ചത്തിലായി പറയുന്നത്. അല്ല യോഹന്നാൻ 5 ധ്യാനിച്ചുകൊണ്ടല്ല, അനുഭവ വെളിച്ചത്തിൽ പറയുക. കുറേ വർഷങ്ങളൊക്കെ വെറുതെ കളഞ്ഞു ഈ ചപ്പു ചവറൊക്കെ പഠിച്ച്. ഈ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം നിങ്ങൾ വചനം പഠിക്കുവാൻ കടന്നു വരാൻ. എങ്ങനെ കടന്നു വരണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അല്ലേ? ജനിച്ച ശിശുക്കളെ പാൽ ആവശ്യപ്പെടാറുള്ളൂ. അല്ലേ? അപ്പം മരിച്ചു കിടക്കുന്ന ഒരു അപ്പൂപ്പൻ അവിടെ കിടന്നോണ്ട് ചായ വേണം കേട്ടോ എന്ന് പറയില്ല, ദാഹിക്കുന്നു എന്ന് പറയത്തില്ല. അല്ലേ? മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ചായയും വേണ്ട, പാലും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ജനിച്ചവെന്ന് പറയുമ്പോൾ ഈ 2 വയസ്സായ കുഞ്ഞിൻ്റെ പോലെയല്ല. കാരണം ആ 2 വയസ്സായ കുഞ്ഞോട് ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ ഇട്ടാലേ കഴിക്കത്തുള്ളൂ. മോളെ ഒന്ന് കഴിക്കാതെ വേണ്ട, കളിക്കണം. പക്ഷെ ഇപ്പോൾ ജനിച്ച കുഞ്ഞങ്ങനല്ല. എപ്പോൾ പാല് കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. അല്ലേ? ആ വാഞ്ചയെ കാണിക്കുകയാണ്. അല്ലേ? നമുക്കൊക്കെ അങ്ങനെ വാഞ്ചയുണ്ടോ? നിങ്ങൾക്കൊക്കെ വാഞ്ചയുണ്ടോ? അല്ലേ? ക്രേവിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത്. ക്രേവിങ്. നമുക്ക് എന്തിനോടാ ക്രേവിങ്? അതായത് ഇപ്പം ഇത് കഴിയുമ്പോൾ ഒരു ക്രേവിങ് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ബിരിയാണിയോട് ക്രേവിങ് ഉണ്ട് നമുക്കല്ലേ? എപ്പോൾ തരം കിട്ടിയാൽ പോയി കഴിക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഞാനൊരു വെറും പ്രസംഗകൻ ഇങ്ങനെ പലതും പറഞ്ഞു പോകാം. പക്ഷേ നമുക്ക് പ്രായോഗിക തലത്തിലൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഒരു സ്ഥിരം സമയം, ഒരു സ്ഥലം ഒക്കെ ഉണ്ടോ? നിങ്ങളെന്നും പോയി ഈ ക്രേവിങ് ശമിപ്പിക്കുന്ന സമയം, സ്ഥലം ഒക്കെ ഒരു പ്രത്യേക ഒരു കസേര അല്ലെങ്കിൽ ഒരു സമയം, സ്ഥലം. ചിലർക്കൊക്കെ രാവിലെ പറ്റത്തില്ല. അവർ രാവിലെ എഴുന്നേറ്റ് ഓടണം, ഓഫീസ് കാര്യത്തിന് പോയാൽ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ പോലുള്ളവർക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. അല്ലേ? എനിക്ക് രാവിലെയാണ് പറ്റിയത്. നമുക്ക് ഞാൻ പൂർണ്ണസമയ ശുശ്രൂഷ ദീർഘസമയമുണ്ട്. നമുക്കങ്ങനെ ഓടി പിടിപ്പിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ശൈലി ഞാൻ പറയുകയാണ്. ഞാൻ ഉച്ചവരെ എപ്പോഴും പ്രാർത്ഥനയിൽ കൂടുതൽ സമയമല്ല, പുറത്തിറങ്ങി ശുശ്രൂഷയ്ക്ക് പോകാറില്ല. ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ. ചില ദിവസങ്ങളിൽ പറ്റാറില്ല. പക്ഷെ പറ്റുന്ന ദിവസങ്ങളിൽ എൻ്റെ സാധാരണ പ്രാർത്ഥന കഴിഞ്ഞും ഞാൻ ഒരു 12 മണി വരെയൊക്കെ അതിനകത്തിരിക്കും, വചനം ധ്യാനിക്കാനൊക്കെ ആയിട്ട്.
അപ്പോൾ എനിക്കൊരു സ്ഥലമുണ്ട്, എനിക്കൊരു കസേരയുണ്ട്, അവിടെ ഇരുന്നാലേ അത് വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ ഒരു സ്ഥലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. ചിലർക്ക് വൈകുന്നേരമായിരിക്കും, ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് അല്പം ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ റൂമിൽ കയറും, ഭാര്യയോട് പറയും ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ട്. സമയവും കാലവും തീയതി, അതോ പ്രസംഗവും ഈ യോഗങ്ങളിൽ മാത്രമേ ഉള്ളൂ വചനം? ഒരു കുഞ്ഞ് പുറത്തു പോയാലേ അമ്മയുടെ നിന്ന് പാല് കുടിക്കത്തുള്ളൂ, വീട്ടിലിരിക്കുമ്പോൾ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? എന്നാൽ പിന്നെ വല്ല റോഡിലും പോയി നിന്നോ പറയും, ഫുൾ ടൈം കുടിച്ചോളൂല്ലോ അല്ലേ? അങ്ങനത്തെ വിശ്വാസിയാണോ നമ്മൾ? യോഗങ്ങളിൽ ഭയങ്കര ധ്യാനം, വീട്ടിലൊരു ധ്യാനവും ഇല്ല, മൗനം. അങ്ങനെയാണോ നമ്മൾ? അപ്പം ഈ വാഞ്ച വേണം കേട്ടോ. നമ്മൾ ജീവനുള്ള വാവകളെ പോലെ വാഞ്ചിക്കണം. അതിന് ഇതുപോലത്തെ ചില സമയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നടക്കൂല. വല്ലപ്പോഴൊക്കെ നടന്നെന്നിരിക്കും അല്ലേ? പണ്ട് ആരാണ്ടോ പറഞ്ഞ പോലെ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. അങ്ങനെ ഇരിക്കരുത്. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്യം. ഇതെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന്? ഇങ്ങനെ നിങ്ങൾ പാല് വാഞ്ചിക്കണം, കാരണം നിങ്ങൾ ദൈവം ദയാലുവാന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതായത് രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരല്പം പാല് ആസ്വദിച്ചല്ലോ, അപ്പോൾ നമ്മളെന്തോ രുചിച്ചറിഞ്ഞു ദൈവം എത്ര ദയാലുവാണെന്ന്. ഇനി എന്ത് ചെയ്യണം? വചനം ധ്യാനിച്ച് ആ ദയയെക്കുറിച്ചുള്ള കൂടുതൽ ആസ്വാദനം പ്രാപിക്കണം. ചിലരൊക്കെ പറയും ഈ ബൈബിള് വായനയും പ്രാർത്ഥനയൊക്കെ എന്തൊരു ബോറ് പരിപാടിയാണ്. ബോറല്ലിത്. ഇതിലൂടെ നമ്മൾ അവനെ ആസ്വദിക്കാനാണ് ഈ പറയുന്നത്. അവനെ ആസ്വദിക്കാനാണ് ഈ വിളി. ദൈവവചന പഠനവും ധ്യാനവും ആസ്വാദനമായിരിക്കണം. അത് ബോറടിക്കുന്നെങ്കിൽ സാരമായ എന്തോ കുഴപ്പമുണ്ട്, നിങ്ങളുടെ സമീപനം തെറ്റിപ്പോയി അല്ലേ? ചിലർ ബൈബിൾ പഠിപ്പിക്കുമ്പോഴും നമുക്ക് ഈ ബോറടിക്കും. എന്താ വാട ഇയാളന്മാർന്ന് എന്തൊക്കെയോ പ്രസംഗിക്കും. ഈ ആസ്വാദനം ലഭിക്കുന്നില്ല, ആത്മീക വർധന, നമുക്ക് എഡിഫിക്കേഷൻ. ചിലർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രസംഗം കാരണം ഒരു 10 ദിവസം ഇനി ബൈബിൾ വായിക്കുന്നില്ല. ഇവൻ്റെയൊക്കെ പ്രസംഗം അല്ലേ, നമുക്ക് ബൈബിളിനോട് വിരക്തി തോന്നിപ്പിക്കും ഇവൻ്റെയൊക്കെ പ്രസംഗം. ഞാൻ ചില സമയത്ത് യൗവനക്കാരോട് പറയും, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെ ചിലരുണ്ട് പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നവർ. അപ്പം നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് ബോറാണെന്ന് പറയുമ്പം ശരിയാണ്, അതിനകത്തൊരു യുക്തി കൊണ്ട്. കാരണം ഞാനും പറയും യേശുക്രിസ്തു ഇറങ്ങി വന്ന് പറയും യവൻ വെറും ബോറാകട്ടോ. കാരണം എന്താണ്? ഈ ആസ്വാദനം സ്വന്തമായിട്ട് പ്രാപിക്കാത്തവനാണ് ഈ പ്രസംഗിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരാൾ വന്നിട്ട് കെമിസ്ട്രി വലിയ വിദഗ്ധനാണ്. പുള്ളി പറയുകയാണ് ഐസ്ക്രീമിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഇതൊക്കെയാണ്, ഇത് നമ്മുടെ നാവി പോകുമ്പോൾ ടേസ്റ്റ് ബഡ്സും ഇതും കൂടെ ഇങ്ങനെ നമ്മുടെ ഇവിടെ കെമിക്കൽ ഫോമിലേക്ക് എഴുതി, ഇതുകൊണ്ടാണ് ഐസ്ക്രീം. നിങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നൊരു ഐസ്ക്രീം കഴിച്ചിട്ടില്ല, എനിക്ക് ഡയബറ്റീസ്. അപ്പോഴാണ് നമ്മൾ ഏമിയെ പോലെ ഒരു കൊച്ചിനോട് മോളെ ഐസ്ക്രീമിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കും അല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്നാൽ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന് തോന്നും. ഈ തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റവൻ യവന ഭാഷയും എബ്രാ ഭാഷയൊക്കെ കലക്കി കുടിച്ച് സെമിനാരിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്, അവനെല്ലാം പറയാൻ അറിയാം, പക്ഷേ ആസ്വദിച്ചിട്ടില്ല. ആസ്വദിക്കണം. ആസ്വദിച്ചവർ പ്രസംഗിക്കുമ്പോൾ നമുക്കും വരും ആസ്വാദനം അല്ലേ? അതാണ് ആത്മീയ വർധന ഉളവാക്കുന്ന ശുശ്രൂഷ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ ആസ്വദിച്ചല്ലോ, ഇനിയും ആസ്വദിക്കാൻ ഉള്ളിൽ ത്വരയില്ലേ? എങ്കിൽ നിങ്ങൾ ഈ പാലിന് വേണ്ടി വാഞ്ചിക്കണം. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ രക്ഷയിലൂടെ കടന്നു വന്ന അനുഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വചനത്തിൻ്റെ സ്ഥാനം പറയാനാണ്. 4-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ശുശ്രൂഷയെക്കുറിച്ച് കാണുന്നത്. 4-ാമത്തെ വാക്യം വായിച്ചാലും മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ? അത് തന്നെ ഒന്ന് പറയേണ്ട ഒരു വിഷയമാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠവുമായ യേശുക്രിസ്തു. അവിടെ അത് ഈ വിഷയമായിട്ട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളത് കേട്ടോ. മനുഷ്യർ തള്ളിയത് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിരുന്നു അല്ലേ? ഏറ്റവും ശ്രേഷ്ഠനായ മാന്യനായ ക്രിസ്തു വന്നപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറയാം ഇവനൊക്കെ എന്തോന്ന് അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ? എന്നാൽ പിന്നെ ഈ മനുഷ്യൻ പറയുന്നത് കൊള്ളാം കേട്ടോ അല്ലേ? നമ്മൾ വചനം വേണ്ടാന്ന് വെച്ച് ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഇതായി ചെയ്യുന്നത് അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ലോകം അവിശ്വാസികൾ പറയുന്ന മതിയെന്ന്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ നമ്മൾ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിൽ പോയി അങ്ങ് മലയാളം മണ്ടേ എത്തിയപ്പം അവിടെ ഒരു കുരങ്ങൻ നിൽപ്പുണ്ട്. അപ്പോൾ ആ കുരങ്ങന് നമ്മൾ ഒരു കപ്പലണ്ടിയും കൊടുത്തു, ഒരു 500 രൂപ നോട്ടും കൊടുത്തു. അവൻ കപ്പലണ്ടിയൊക്കെ തിന്നേച്ച് 500 രൂപ കീറി നമ്മുടെ മോന്തയ്ക്ക് എറിഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ്, അയ്യോ ഈ കുരങ്ങൻ ആൾ കൊള്ളാലോ,
സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ഇന്നു മുതൽ തീരുമാനിക്കുകയാണ്, ഇനി ഈ കുരങ്ങൻ പറയുന്ന അനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ, ഈ കുരങ്ങൻ്റെ താളത്തിൽ ഞാൻ തുള്ളും. നിങ്ങളെല്ലാം കൂടെ എന്തോ പറയും? ഈ കുരങ്ങനേക്കാളും വലിയ കുരങ്ങച്ചൻ താണ്ടിരിക്കുന്നു അല്ലേ, ആ കുരങ്ങനേക്കാളും വലിയ മണ്ടൻ താണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യർ ദൈവസന്നിധിയിൽ ഏറ്റവും മാന്യമായ ശ്രേഷ്ഠമായതിനെ തള്ളിപ്പറഞ്ഞു. നമ്മൾ വിശ്വാസികൾ പറയുന്നത് എങ്കിൽ പിന്നെ ആ മനുഷ്യർ പറയുന്ന താളത്തിൽ നമുക്ക് തുള്ളാന്നേ. ലോകം പറയുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ മൂല്യങ്ങൾ അല്ലേ, ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ മതിയെന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി തിരഞ്ഞെടുക്കുമ്പോൾ കുരങ്ങനേക്കാളും വലിയ കുരങ്ങച്ചനാകുകയാണെന്ന് ഓർക്കണം അല്ലേ. ലോകത്തിൻ്റെ മാനദണ്ഡം ഏറ്റവും വലിയ തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായത് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറയാം, തള്ളിക്കളഞ്ഞു. അപ്പം ലോകം എത്ര മൂഢന്മാരാണ്, മൂഢത്തരമുള്ളതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അവിശ്വാസികളുടെ മൂഢത്തരം. ആ ലോകത്തെ പിൻപറ്റാൻ പോകുന്ന വിശ്വാസി അതിനേക്കാളും വലിയ മണ്ടൻ അല്ലേ. അപ്പോൾ അത് മാറ്റി വെക്കണം. ലോകം മാറ്റി വെച്ചിട്ട് എന്ത് ഫോളോ ചെയ്യണം? നേരത്തെ പറഞ്ഞ വചനം, വചനപ്രകാരമുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. മനുഷ്യർ തള്ളിയത് പലപ്പോഴും ദൈവസന്നിധിയിൽ മേന്മയേറിയതായിരിക്കും. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഒരു ആത്മീക ഗൃഹമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവന് ആത്മീയ യാഗങ്ങൾ കഴിക്കുകയാണ്. അതെന്താ നമ്മൾ ആത്മീയ യാഗങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മളെന്താണ്? വിശുദ്ധ പുരോഹിത സംഘമാണ് നമ്മളൊരു പുരോഹിത സംഘമാണ്. നിങ്ങൾക്കൊക്കെ ആ ഒരു ബോധ്യമുണ്ടോ? ഞാനൊരു പുരോഹിതൻ, ഞാൻ പൂർണ്ണസമയ ശുശ്രൂഷകനായിട്ട് അത് ചിന്തിക്കുക എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മ പുരോഹിതനാണെന്നൊരു ചിന്തയുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ പൗരോഹിത്യ സഭകളിൽ കണ്ടുവച്ചിരിക്കുന്ന പള്ളിയിലച്ഛൻ മാത്രമേ ശുശ്രൂഷിക്കാവുള്ളൂ. അത് പഴയ നിയമത്തിൽ നിന്ന് കടമെടുത്തതാണ്. പഴയ നിയമത്തിൽ പുരോഹിതനുണ്ട്, ബാക്കി സാധാ ഇസ്രായേൽ മക്കളൊക്കെ അവിടെ ഇരുന്നാൽ മതി. അല്ലാതെ ഒരുത്തം ഒന്നും എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ആടിനെ വെട്ടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും അല്ലേ. ഇന്ന് ഞാൻ യാഗം കഴിക്കാം, നീയൊന്നും യാഗം കഴിക്കാൻ നിനക്കൊന്നും ഒരു അധികാരമില്ല, നീ നിൻ്റെ മൃഗം ഇതാ, ഞാൻ യാഗം കഴിക്കാം അല്ലേ. പകരക്കാരനായിട്ട് ഞാൻ പോവാം. പുരോഹിതൻ അതാണല്ലോ, പ്രതിപുരുഷനാണ് അവൻ, നിങ്ങളുടെ പ്രതിപുരുഷൻ. ഇവിടെ അങ്ങനെ പ്രതിപുരുഷന്മാരൊന്നുമില്ല. ഇവിടെ നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. കൈവപ്പിൽ അന്തർലീനമായിരിക്കുന്ന വിഷയം എന്താണ്? നമ്മളെല്ലാവരും അന്യോന്യം ശുശ്രൂഷിക്കേണ്ടവരാണ്. എല്ലാവരും, അല്ലാതെ പള്ളിയിലച്ഛനും പ്രസംഗിക്കുന്നവനും എന്നെ പോലുള്ളവർ മാത്രം ശുശ്രൂഷിച്ചാൽ പോരാ, എല്ലാവരും ശുശ്രൂഷിക്കണം. അതിനാണ് പരിശുദ്ധാത്മ നിറവിലൂടെ എല്ലാവർക്കും കൃപാവരങ്ങൾ നൽകുന്നത്. അങ്ങനെ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണ് അല്ലേ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ആത്മീക ശുശ്രൂഷയാണ് കഴിക്കുന്നത്, ആത്മീയ യാഗം കഴിക്കുകയാണ് അല്ലേ. അതെന്താണ് ഈ ആത്മീയ യാഗം? അത് നമുക്ക് മുന്നോട്ട് ചെന്നിട്ട് 2-ാം അധ്യായത്തിലെ 11, 12 ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. 2-ാം അധ്യായം 11, 12 ഒന്ന് വായിച്ചേ. പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദുഷിപ്പിക്കുമ്പോൾ നിങ്ങൾ നല്ല നടപ്പ് തുടരണം അല്ലേ. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ വിഷയം പറയാൻ പറ്റത്തുള്ളൂ. 15ഉം 16ഉം ഒന്ന് വായിച്ചേ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാണ്. അതാണ് ദൈവ ഇഷ്ടം. നിങ്ങൾ മിണ്ടാതിരുന്ന് നന്മ ചെയ്ത് നിങ്ങൾക്കെതിരെ ഭോഷത്തരം പറയുന്നതിനെ മിണ്ടാതാക്കണം. അതാണ് ദൈവ ഇഷ്ടം. ഇനി അടുത്ത 19 മുതൽ 20. ദൈവത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിനു വേണ്ടി അന്യായമായ കഷ്ടം, കേട്ടോ എല്ലാവരും, അന്യായമായ കഷ്ടം, ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. 21 ഒന്ന് വായിച്ചു. അതിനു വേണ്ടിയിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു, ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ യാഗം കഴിക്കുകയാണ്. പക്ഷേ എന്താ ഈ യാഗം അല്ലേ? എന്താ ഈ യാഗം എന്നറിയാവോ? കഷ്ടം സഹിക്കുക. കേട്ടോ എല്ലാവരും? അതാണ് ആത്മീയ യാഗം. വില കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്ങനെ? എന്ത് യാഗം? പലപ്പോഴും ഈ ആത്മീയ യാഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതോ കുറച്ച് പാട്ടൊക്കെ പാടിയാൽ മതി എന്നാണ്. അല്ലല്ലല്ല. എന്താണ് ആത്മീയ യാഗം? ആത്മീയ യാഗം കഷ്ടം സഹിക്കണം. എങ്ങനെ കഷ്ടം സഹിക്കണം? നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവർ നമുക്ക് തിരിച്ച് ദോഷം പ്രവർത്തിക്കുമ്പോഴും നല്ല നടപ്പ് തുടരണം അല്ലേ.
19, 20 വാക്യത്തിലാണ് ഏറ്റവും കാതലായ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരുത്തൻ ദൈവത്തെ ഓർത്ത് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? അന്യായമായ കഷ്ടം സഹിക്കുന്നു. പലപ്പോഴും ഈ ചില വിശ്വാസികൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണം അവർ പ്രതിഫലം നൽകിയില്ല. ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണം പ്രതിഫലം നൽകിയില്ല, പകരം എന്ത് ചെയ്തു? ഇങ്ങോട്ട് 2 താങ്ങും കൂടെ വെച്ച് തന്നു. അപ്പോൾ ഇനി തിരിച്ചെന്ത് ചെയ്യണം? ഇനി തിരിച്ച് അങ്ങോട്ടും കൂടെ താങ്ങും കൂടെ, അല്ലേ? അതല്ലേ സാധാരണ. അതുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്കെതിരെ പോരാടുന്ന ജഡമോഹങ്ങളെ എന്ത് ചെയ്യണം? ജഡമോഹങ്ങളെ 2:11 എന്താ പറഞ്ഞത്? ജഡമോഹങ്ങളെ വിട്ടുകളയണം, അല്ലേ? ഈ പറഞ്ഞ കഷ്ടം സഹിക്കുന്ന ആത്മീയ യാഗം അർപ്പിക്കണമെങ്കിൽ ജഡത്തിൽ പറ്റത്തില്ല. ജഡത്തിന് ഫ്രസ്ട്രേഷൻ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ദോഷം വരുന്നു, അല്ലേ? ദൈവത്തെ ഓർത്ത് ആ കഷ്ടം സഹിക്കുവാൻ നമ്മൾ മുതിരുന്നു, അല്ലേ? അപ്പോൾ അതിന് ജഡത്തിൽ പറ്റത്തില്ല നമുക്ക്, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ കേരളത്തിലെങ്ങാണ്ട് ഏതോ കുറേ പെന്തക്കോസുകാരെല്ലാം കൂടെ ചേർന്നിട്ട് എന്തോ ഒരു സംഘം തുടങ്ങി. അപ്പോൾ ആ സംഘത്തിൻ്റെ മെയിൻ പരിപാടി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ച് പ്ലക്കാർഡും ഒക്കെ പിടിച്ചിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചോ, എന്നിട്ട് ഇതിൻ്റെ ലൈവ് എടുത്തിടുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ പാസ്റ്റർ എന്നെ ഇങ്ങനെ തൊലിയൊക്കെ ഉരിഞ്ഞു പോലാണ് പറയുന്നത്. ഈ പാസ്റ്റർ എന്താ നിമ്മാരി കാണിക്കുന്നത്? അതായത് എന്താണ്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെ പീഡിപ്പിച്ചത്, ഞങ്ങളെ അടിച്ചു, ഉപദ്രവിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചോ. എന്നിട്ട് ഈ കൂട്ടർ എൻ്റെ ഈ പാസ്റ്ററെ വിളിച്ചു. ഈ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് മിഷനറിയൊക്കെ ആയിരുന്നാൽ അടിയൊക്കെ കൊണ്ടൊരു പാസ്റ്ററാണ്. പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ നമുക്ക് സംഘം ചേർന്ന് നമുക്ക് നമ്മുടെ ബലം കാണിച്ചു കൊടുക്കണം, തിരിച്ച് ചോദിക്കണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്നെ കിട്ടത്തില്ല ഇതിന്, എന്നെ ഇതിന് കിട്ടത്തില്ലെന്ന്. അപ്പോൾ ആ പുള്ളി ശോഭിച്ചു വിളിച്ചാൽ, നാളെ നിങ്ങൾക്ക് അടി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഞാനേ പണ്ട് മിഷനറി ആയിട്ട് അടി ഇടിയൊക്കെ തൊഴിയൊക്കെ കൊണ്ട ആൾ തന്നെ, ഞാനതിൽ സന്തോഷിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ആൾ വിളിച്ച ആൾ മാറിപ്പോയി, അല്ലേ? അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന്. അവരെന്താ ചെയ്യുന്നത്? 21 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ദൈവത്തോടാണ് അവർ ഈ പറയുന്നത്. ദൈവം പറയാണ്, ക്രൂശിൻ്റെ പാതയിൽ നടക്കുക, കഷ്ടം സഹിച്ചു നടക്കുക, അക്കളി തീക്കളി സൂക്ഷിച്ചോ. ദൈവവിളിക്കെതിരെയാണ് അവർ മത്സരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവമായിട്ട് അനുവദിക്കുന്ന അന്യായത്തിൻ്റെ കഷ്ടം അതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് പത്രോസ് അതിന് മുമ്പേ പറഞ്ഞത്, നിങ്ങളെന്തെങ്കിലും ദോഷം ചെയ്തിട്ട് അടി കൊള്ളുന്നതിന് ഒരു മഹത്വവും ഇല്ല. ഞാൻ ശരിക്കും പോയി കള്ളത്തരം കാണിച്ചിട്ട് എനിക്ക് അടി കിട്ടി, അത് ക്രിസ്തീയ ഉപദ്രവവും പീഡയും കഷ്ടതയൊന്നുമല്ല. നിനക്ക് അടി കിട്ടേണ്ടത് തന്നെയായിരുന്നു. ഇതല്ല, നന്മ പ്രവർത്തിച്ചു, ന്യായമായ നന്മ തിരിച്ചു കിട്ടിയില്ല, ആ കഷ്ടം നമ്മൾ സഹിക്കണം. അതാണ് ഈ 1 പത്രോസ് ലേഖനം മൊത്തം അരിച്ചു പെറുക്കിയാൽ അത് മാത്രമേ ഉള്ളൂ അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായത്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇത് ആത്മീയയാഗം ദൈവത്തിന് പ്രസാദകരമാണ്. 2-ാമത് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടേ ഉള്ളൂ ദൈവത്തിന് പ്രസാദകരമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കഷ്ടം സഹിക്കണം. അപ്പോൾ അന്യോന്യമുള്ള ശുശ്രൂഷകളിൽ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം, അല്ലേ? എല്ലാ ശുശ്രൂഷയും എന്താണ്? മറ്റുള്ളവന് നന്മ വരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുക. നമ്മൾ ശുശ്രൂഷയിൽ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം അവരിപ്പോൾ നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയും, നമ്മളിപ്പോൾ അങ്ങോട്ട് വാഴ്ത്തി പാടും, ഒന്നുമില്ല, അവർ നമ്മളെ മറന്നേച്ച് പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അവർക്ക് തിരിച്ചെന്തെങ്കിലും പറയും? ഇല്ല, നമ്മൾ തുടരണം, അടുത്തൊരാളെ കണ്ടുപിടിച്ചാൽ അതേ ശുശ്രൂഷ ചെയ്യണം. അതാണ് ക്രിസ്തീയ മാർഗം. 21 തുടർന്ന് വായിച്ചേ, ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ 21 വാക്യം മുഴുവനായിട്ടൊന്ന് വായിച്ചേ. ക്രിസ്തുവും ഇങ്ങനെ കഷ്ടം സഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എങ്ങനെ കഷ്ടം സഹിച്ചു? തുടർന്ന് വായിച്ചാട്ടെ, 22 മുതൽ വായിച്ചേ. അവൻ ഒരു പാപം, ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. അവൻ്റെ വായിൽ ഒരു വഞ്ചനയില്ലായിരുന്നു. ഇതുപോലെ അക്കളി തിക്കളി സൂക്ഷിച്ചോന്നൊന്നും അവൻ പറഞ്ഞില്ല. ഭീഷണി മൊഴി, എന്നെ തൊട്ടാണ്ടല്ലോ, ഞാൻ ആരാന്നറിയാവോ, അങ്ങനത്തെ എൻ്റെ തനി നിറം പുറത്തെടുക്കും, ഇങ്ങനത്തെ വർത്താനം കേട്ടിട്ടില്ലേ? ഭീഷണി, അതൊന്നുമില്ല. സഹനശക്തിയോടുകൂടെ അവൻ താഴ്മ കാണിച്ചു, സൗമ്യതയോടിരുന്നു. എന്നിട്ട് എന്താ അവൻ ചെയ്തത്? അതായത് ദൈവത്തിൻ്റെ കയ്യിൽ അത് ഭരമേൽപ്പിച്ച് മൗനമായിരുന്നു. അപ്പോൾ വാഗ്വാദത്തിനും തർക്കത്തിനും അടിപിടിക്കുമൊന്നും പോയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ അതൊക്കെയല്ലേ സംഭവിക്കുന്നത്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഇട്ടു, അല്ലേ? ഇങ്ങോട്ട് അന്യമതസ്ഥർ തിരിച്ച് അത് ചെയ്യരുതെന്നായി പറഞ്ഞിരിക്കുന്നത്. കഷ്ടം സഹിച്ച് നന്മ ചെയ്യണം.
ആത്മീക ശുശ്രൂഷയിൽ കാണിക്കേണ്ട പാഠവും അതാണ്. അല്ലാതെ കുറേ മീറ്റിംഗ് നടത്തി കുറേ പ്രസംഗിച്ചു അല്ല, കഷ്ടം സഹിച്ചിട്ടും നന്മ ചെയ്തു. അപ്പോൾ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുകയാണ്. നിങ്ങൾ നന്മ ചെയ്തിട്ടും ദോഷം സഹിക്കുന്നത് ദൈവത്തിന് പ്രസാദം. അപ്പോൾ ശുശ്രൂഷയിൽ, ആത്മീയ ശുശ്രൂഷയിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അതാണ് അല്ലേ? 1 പത്രോസ് 3:8-9 ഇത് രണ്ടും, ഈ നേരത്തെ പറഞ്ഞ സഹോദര സ്നേഹവും കഷ്ടം സഹിക്കുന്നതിനെയും കൂടെ ചേർത്തുകൊണ്ട് 3-ാം അധ്യായത്തിലെ 8-9 അത് ഇംഗ്ലീഷ് ബൈബിളിൽ ടു കൺക്ലൂഡ് എന്നും പറഞ്ഞാണ്. മലയാളം ബൈബിളിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? തീർപ്പ്. തീർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം. പക്ഷേ ഇത് ഈ വിഷയമൊന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടു കൺക്ലൂഡ്, ഉപസംഹാരമായിട്ട് ഞാൻ പറയുകയാണെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ. എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവർ അന്യോന്യമുള്ള സഹോദര പ്രീതിയിലായിരിക്കണം. ഇനി ദോഷത്തിന് ദോഷവും പകരം ചെയ്യാത്തവരായിരിക്കണം. അങ്ങനെ പകരം ചെയ്യാത്തവർക്ക് അനുഗ്രഹം, അങ്ങനെ അനുഗ്രഹം കിട്ടുന്നവർ അങ്ങോട്ട് അനുഗ്രഹിക്കും. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിങ്ങൾ അനുഗ്രഹിക്കും. അപ്പോൾ കണ്ടു, ഈ ആത്മീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്രസംഗം പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യണം. അവരിങ്ങോട്ട് ദോഷം ചെയ്യുമ്പോഴും നന്മ ചെയ്യണം അല്ലേ? ഇതിവിടെ പല വ്യക്തികളെ, യജമാനന്മാർക്ക് കീഴ്പ്പെടുന്ന വേലക്കാരെക്കുറിച്ചും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്ന ഭാര്യമാരെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ആ വിഷയമൊന്നും ഞാൻ തൊടുന്നില്ല, കാരണം ഞാനിത് അതിനകത്തെ അന്തർലീനമായ ശുശ്രൂഷ വിഷയം മാത്രം തൊട്ടുപോവുകയാണ്. അപ്പോൾ സഹോദര സ്നേഹത്തിൽ കഷ്ടം സഹിക്കുക, അതാണ് ദൈവത്തിന് പ്രസാദകരമായ ആത്മീയാഗം. ഇനി മൂന്നാമതായിട്ട് ആത്മീയ ശുശ്രൂഷയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. അതെന്ന് പറയുന്നത് 1 പത്രോസ് 4:10-11. 1 പത്രോസ് 4:10-11. വരം ലഭിച്ചതുപോലെ, കൃപാവരം ലഭിച്ചതുപോലെ അന്യോന്യം ശുശ്രൂഷിക്കണം. വായിച്ചാട്ടെ. പ്രസംഗ ശുശ്രൂഷയുള്ളവൻ പ്രസ്താവിക്കണം. അതെ. വചനമില്ലാത്ത മറ്റു ശുശ്രൂഷകളിലാണെങ്കിൽ, സേവകനാണെങ്കിൽ പ്രാപ്തിക്കു തക്കവണ്ണം ആകട്ടെ. ഈ കൃപാവരങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കേണ്ട കാരണം അതുകൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ പ്രാപ്തിയിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ അല്ലായിരിക്കും. 2, മഹത്വം പൂർണ്ണമായിട്ടും ദൈവത്തിനായിരിക്കും. ഇപ്പം എൻ്റെ പ്രാപ്തി കാരണമല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ മഹത്വം ദൈവത്തിന് പോകും. അതിനാണ് കൃപാവരങ്ങൾ. പക്ഷെ സാഡ്ലി, സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കൃപാവരം ഇപ്പോൾ ജഡത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാഡ്ജുകളായി മാറിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് പ്രാപ്തി നിങ്ങളിൽ ആകാതിരിക്കാനും അതുകൊണ്ട് മഹത്വം പൂർണ്ണമായിട്ടും ദൈവത്തിനും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൃപാവരണങ്ങളിൽ തന്നെ ആശ്രയിച്ച് ശുശ്രൂഷിക്കണോ. നമ്മൾ നേരെ തിരിച്ചാക്കി, കൃപാവരങ്ങൾ എനിക്കൊക്കെ ഉണ്ട്, നിനക്കൊന്നുമില്ല, ഞാൻ ആരാണെന്ന് അറിയാവോ, ഞാനാണ് വലിയവൻ. അപ്പോസ്തലന്മാർ അടിയിട്ട ഓർമ്മയിൽ, അപ്പോസ്തലന്മാർ തമ്മിൽ അടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ആരാണ് വലിയവൻ, ആരാണ് വലിയവൻ ചോദിച്ചുകൊണ്ടിരുന്നോണ്ട് എന്ത് പറ്റി? ഭൂതഗ്രസ്തനായ മകനെ സൗഖ്യപ്പെടുത്താൻ പറ്റിയില്ല അല്ലേ? അവർ തമ്മിൽ അടിയിട്ടുകൊണ്ടിരിക്കുക, ആരാ വലിയവൻ. അവർ ജഡത്തിൽ ആരാണ് മേൽക്കോയ്മയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൃപാവരമൊന്നും വളർന്നില്ല അല്ലേ? അപ്പോൾ ദൈവശക്തിയിൽ ആശ്രയിച്ച് വേണം നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സഹോദര സ്നേഹവും ഈ പറഞ്ഞ രീതിയിലുള്ള കഷ്ടം സഹിക്കുവാനും ആർക്കൊണ്ട് പ്രാപ്തി അല്ലേ? 2 കൊരിന്ത്യർ 2:16 അവസാനം പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇതിന് ആര് പ്രാപ്തൻ? ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആര് പ്രാപ്തൻ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം 3-ാം അധ്യായം 5-ലും 6-ലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:5-6. ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്ത് ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരികയല്ല, ഞങ്ങൾക്ക് ഉള്ളത്തിലൊന്നുമില്ല, ഞങ്ങൾ പ്രാപ്തരല്ല. പിന്നെ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. കണ്ടോ, ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് പ്രാപ്തി ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പ്രസംഗവും ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന കാര്യം മാത്രം ചിന്തിക്കരുത്. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അന്യന് നന്മ വരുന്ന എന്തും ആകാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. അവരിങ്ങോട്ട് ദോഷം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും നല്ല നടപ്പ് തുടർന്ന് നമ്മുടെ നന്മ കൊണ്ട് അവരുടെ വാ അടപ്പിക്കണം നമ്മൾ. അതിനാര് പ്രാപ്തൻ?
നമ്മുടെ പ്രാപ്തി ദൈവത്തിൽ നിന്ന് വരുന്നു. അതിനാണ് കൈവപ്പ് വെച്ച് നിറവ് പ്രാപിക്കേണ്ടത്, ആത്മസ്നാനം പ്രാപിക്കേണ്ടത്. അതിനാണ് കൃപാവരങ്ങൾ പ്രാപിക്കേണ്ടത്. എങ്കിലേ തുടർമാനമായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ചില പ്രസംഗരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊരു പ്രസംഗം എടുത്ത് കയറും, പ്രസംഗിക്കും, 2-3 പ്രാവശ്യമൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ വലിയ കയ്യടിയൊന്നും ഇവിടില്ല, അവന്മാരൊന്നും എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല, അടുത്ത സഭ കണ്ടുപിടിക്കും അല്ലേ. എന്നാൽ അവർ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും, അവരെന്നെക്കുറിച്ച് നല്ലത് പറയാത്തപ്പോഴും, അവരെനിക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും ഒരാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പറ്റുന്നത്? ആ സഹിഷ്ണുത അല്ലേ, അതെങ്ങനെ വരുന്നത്? അത് പ്രാപ്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അത് സഭയ്ക്കകത്തെ പുൾപിറ്റിൽ നിന്നുള്ള ശുശ്രൂഷയാകാം, വീട്ടിൽ ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്നതോ ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്നതോ ആകാം. അല്ലേ, ചില ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര കൊടുത്താലും ഭാര്യയ്ക്ക് തൃപ്തിയില്ല, പക്ഷെ പുള്ളി പിന്നെയും സ്നേഹിക്കുകയാണ് അല്ലേ. എനിക്കൊരു വ്യക്തി അറിയാം, ഞാൻ ഒരിക്കൽ പുള്ളിയോട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, അത് ഭാര്യ എങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അവളെ സ്നേഹിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ടത് പറയുമ്പോൾ. അവൾ ഇനി തിരിച്ചൊന്നും പറഞ്ഞു, ഇനി നിത്യതയിലെ ചിലപ്പോൾ എന്നെക്കുറിച്ച് വല്ല നല്ലത് പറയത്തുള്ളൂ, എങ്കിലും ഞാൻ അവളെ വിട്ടേച്ച് പോകത്തില്ല, അവളോട് ഞാൻ പ്രതിബദ്ധതയോടെ ഇരിക്കും. എവിടെ നിന്ന് കിട്ടി നീ പ്രാപ്തി? ഇങ്ങോട്ട് ദോഷം, അങ്ങോട്ട് തുടർമാനമായ വിശ്വസ്തയോടെ നന്മ കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയായി പ്രാപ്തി? ദൈവത്തിൽ നിന്നായി പ്രാപ്തി അല്ലേ. അപ്പോൾ അത് പ്രാപ്തി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ, അന്യരോടുള്ള സഹോദര സ്നേഹത്തിൽ അവർക്കൊരു നന്മ വരുവാൻ വേണ്ടി കഷ്ടത അനുഭവിക്കാൻ നമ്മുടെ ഉള്ളത്തിൽ മനസ്സുണ്ടോ? നമുക്ക് ഈ ശുശ്രൂഷ എന്ന് കേൾക്കുമ്പം നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു മീറ്റിംഗ് നടത്തി റിവൈവൽ വരുത്തി, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഷ്ടതയെക്കുറിച്ച് നമ്മളാരും ചിന്തിച്ചില്ല. ഇന്ന് തന്നെ കൈവപ്പ് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? കർത്താവ് നമ്മളോട് കഷ്ടതയെക്കുറിച്ച് സംസാരിക്കുന്നു. കഷ്ടത സഹിക്കണം. ശുശ്രൂഷയിൽ കഷ്ടതയുണ്ട്. ശരിയായ ശുശ്രൂഷ കർത്താവിൻ്റെ പാത പിന്തുടരുന്ന ശുശ്രൂഷയാണ്. ക്രൂശിൻ്റെ പാതയിൽ നടന്നാലേ ശരിയായ ശുശ്രൂഷയൊക്കെ നടക്കത്തുള്ളൂ. ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ യാഗമാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗം ഉണ്ട് അതിനകത്ത് അല്ലേ, വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ക്രൂശിൻ്റെ പാതയിൽ നടന്നാൽ, ക്രൂശിൻ്റെ നിഴലിലേ ഉള്ള ആ ശുശ്രൂഷ. അങ്ങനെ കഷ്ടം സഹിച്ച് എൻ്റെ സഹോദരനോ സഹോദരിക്കോ നന്മ വരുവാൻ, ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഉള്ളൊരു ഹൃദയം നമുക്കുണ്ടോ? അതോ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ഇവനോട് സ്നേഹമുണ്ട്, അവൻ നുണയൻ അല്ലേ. നമുക്ക് 2 തിമോത്തിയോസിലോട്ട് നീങ്ങാം. 1-2 വാക്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 തിമോത്തിയുടെ ലേഖനം വളരെയധികം ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. 2 തിമോത്തി 1:6 മുതൽ 8 ഒന്ന് വായിച്ചേ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കണമെന്ന് നിന്നെ ഓർക്കണം. ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്, എന്നാലും ഒന്ന് കേൾക്കാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും അനാമനത്തെ ദൈവം നമുക്ക്. ഇതെല്ലാം നമ്മൾ കേട്ട കാര്യമാണ്. ഇനി അടുത്ത വാക്യം. അതുകൊണ്ട് എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് നിന്നിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. എല്ലാവരും കേട്ടോ? അത് സുവിശേഷത്തിനായി കഷ്ടം സഹിക്കാന്നല്ല അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവശക്തിക്കൊത്തവണ്ണം കഷ്ടം സഹിക്കണമെന്ന്. ഭയാനകമായൊരു വാക്യമല്ലേ അത് അല്ലേ. ഇപ്പം ദൈവത്തോട് നമ്മൾ പറയുകയാണ്, കർത്താവ് ഞാൻ കഷ്ടം സഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ തരുന്ന ദൈവശക്തിക്ക് ഒത്തവണ്ണം നിനക്ക് കഷ്ടത ഞാൻ അങ്ങ് എഴുതി തരട്ടെ? എൻ്റെ ശക്തിക്ക് ഒത്തവണ്ണമാണെങ്കിൽ പേടിക്കണ്ട, കുറച്ച് കഷ്ടതയെ തരത്തുള്ളൂ, കാരണം എനിക്ക് ശക്തിയില്ല. ഇത് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഒരു പരിധിയില്ലാത്ത കഷ്ടതയായിരിക്കും. നമുക്ക് ഈ വാക്യം പ്രാർത്ഥനയായിട്ട് മാറ്റാനുള്ള ഗട്ട്സ് ഉണ്ടോ? തൻ്റെ ഇടം ഉണ്ടോ? ദൈവമേ എനിക്ക് നൽകുന്ന പരിശുദ്ധാത്മ ശക്തി കോത്തവണ്ണം അല്ലേ. നമ്മളിതൊക്കെ കേൾക്കുന്ന എപ്പോഴാണ്? ഭക്തി കൊത്തവണമെന്നൊക്കെ ചുമ്മാ കുറേ അന്യഭാഷ കിടന്ന് ബോളം വെക്കുമ്പോൾ അല്ലേ. ശക്തി കൊത്തവണ്ണം കഷ്ടം സഹിക്കണമെന്ന്. കഷ്ടവും ശക്തിയും കൂടെ ചേർത്ത് നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? അല്ലേ. ദൈവശക്തി കൊത്തവണ്ണം കഷ്ടം സഹിക്കണമെന്ന്. കർത്താവെ കൂടുതൽ ശക്തി കയറണേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഇതാണ് ഓർക്കേണ്ടത്. കഷ്ടം കൂട്ടിത്തരാം. അപ്പം ശക്തി കൂട്ടിത്തന്നല്ലോ. അപ്പം നമ്മളിവിടെ ശക്തി കൂട്ടിത്തരണമെന്ന് പറയുന്നത് എന്തിനാണ്? സ്റ്റേജിൽ കിടന്ന് ബോളം വെക്കാനും ഈ തുള്ളിച്ചാടാനും. നമുക്ക് ആ ശക്തി മാത്രമേ അറിയാവുള്ളൂ അല്ലേ. ഭൂതത്തെ ഇളക്കുന്ന ശക്തി, പാട്ട് പാടുന്ന ശക്തി, ഈ ശക്തി കേട്ടിട്ടുണ്ടോ? കഷ്ടം സഹിക്കാനുള്ള ശക്തി. തീർന്നില്ല. 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെ വളരെ പരിചിതമായ വാക്യങ്ങളാണ്.
ആ ഓ, ഇതും ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവകൃപയിൽ ശക്തിപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു പ്രസംഗം അല്ലേ? ദൈവകൃപയിൽ ശക്തിപ്പെടുക. മൂന്നാമത്തെ വാക്യം, ആ ഈ ശക്തി പറഞ്ഞ ഉടനെ നമ്മുടെ പൗലോസ് കഷ്ടത്തിൽ പോകും അല്ലേ? കാരണം ശക്തി എന്തിനാ തരുന്നേ? കഷ്ടം സഹിക്കാനാണ് ഈ ശക്തി. അല്ലാതെ ചുമ്മാ തോന്നിവാസം കാണിക്കാനും സ്റ്റേജിൽ കയറി ആളാവാനും ഒന്നുമല്ല. കഷ്ടം ഏത് കഷ്ടം? ആത്മീയ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക. എനിക്കെതിരെ ദോഷം ചെയ്യുമ്പോഴും ഞാൻ സഹിഷ്ണുതയോടെ ദീർഘക്ഷമയോടെ നന്മ തന്നെ ചെയ്ത് തുടരുവാൻ, ആ കഷ്ടം സഹിക്കുവാൻ അല്ലേ? സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കഷ്ടം സഹിക്കുന്നതിലൂടെ സുവിശേഷത്തിൻ്റെ മഹിമ പുറത്തു വരികയാണ്. ഇവരൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു ഇങ്ങനെ അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഭാര്യ ചോദിക്കണം, എൻ്റെ ഭർത്താവിനെ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഞാൻ തിരിച്ച് ചവിട്ടാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ദൈവാത്മാവ് ബോധ്യം കൊടുക്കും, സുവിശേഷം നിമിത്തം, ക്രിസ്തു നിമിത്തം. അപ്പോൾ ആർക്ക് മഹത്വം പോയി? ദൈവത്തിന് പോയി അല്ലേ? അങ്ങനെ കഷ്ടം സഹിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകും. ഒരു വാക്യം കൂടെ, 4:5, 2 തിമോത്തി 4:5. ആ ആ കഷ്ടം സഹി മൂന്നാമതും പറഞ്ഞിരിക്കുക. ഇതേ ലേഖനത്തിൽ മൂന്നാമതും കഷ്ടം സഹിച്ച് പ്രവൃത്തി ചെയ്ത് ശുശ്രൂഷ നിറപടിയായി ചെയ്യുക. കഷ്ടം സഹിച്ച് വേണം അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ. ഇപ്പോൾ തലേ കൈവച്ചൊക്കെ നമ്മളെ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്? കഷ്ടത്തിലോട്ടായി പറഞ്ഞു വിടുന്നത്. ഒരു കഷ്ടതയില്ലാത്ത എൻ്റെ സൗകര്യത്തിൽ നിന്നുള്ള ശുശ്രൂഷ എന്ന് നമ്മൾ പറയും, കൺവീനിയൻറ്റ് മിനിസ്ട്രി. അത് ദൈവത്തിനൊരു പ്രസാദമില്ലാത്ത എൻ്റെ ഒരു ഹോബി അല്ലേ? എന്നോട് ദൈവം വ്യക്തിപരമായി ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരിക്കൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇങ്ങനെ സ്വപ്നവും ദർശനമൊന്നും കാണാത്ത ഒരാളാണ്, പക്ഷേ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടത്, ഞാൻ ഈ പടി കയറി മേളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കരടി നിൽക്കുന്നു, വലിയൊരു കരടി. അപ്പം തന്നെ റൂമടച്ച് ഞാൻ അകത്ത് കയറി കിടന്നുറങ്ങി. അത് കണ്ട് പേടിച്ച് ഞാൻ എഴുന്നേറ്റ് രാവിലെ ഞാൻ വരച്ച സ്വപ്നമായിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചോദിച്ചതെന്നറിയാമോ? ദാവീദിൻ്റെ ഒരു ഉദാഹരണം. അവൻ അപ്പൻ്റെ ആടിനെ മേച്ചോണ്ട് നടന്നപ്പോൾ ഒരു സിംഹം വന്നു, പിന്നെ ഒരു കരടി വന്നു. അവൻ എന്ത് ചെയ്തു? അയ്യോ സിംഹം വരുന്നതെന്ന് പറഞ്ഞ് ഓടിപ്പോയോ? ആടിനെ പരിപാലിക്കാൻ വേണ്ടി സിംഹത്തിനെതിരെ ഓടി. ആ ഒരു സംഭവം ഓർമ്മിപ്പിച്ചിട്ട്, ഇതൊരു 10 വർഷം മുമ്പാണ്, എന്നോട് ദൈവം ചോദിച്ചു, നീ ചെയ്യുന്ന ശുശ്രൂഷ കൺവീനിയൻറ്റ് മിനിസ്ട്രിയാണോ അതോ വില കൊടുക്കുന്ന മിനിസ്ട്രിയാണോ? അതായത് എനിക്കൊരു പ്രശ്നവും തട്ടരുത്, ഒരു സിംഹവും വരരുത്, ഒരു കരടിയും വരരുത്, എനിക്കിങ്ങനെയൊക്കെ പ്രസംഗിച്ചൊക്കെ പോകണം, എന്നിട്ട് വീട്ടിൽ പോകണം അല്ലേ? അത് ശുശ്രൂഷയല്ല. അത് യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന ശുശ്രൂഷയല്ല. അത് ക്രൂശ് എടുക്കലല്ല, സുഖുപ്പീര് ശുശ്രൂഷ. ഒരു വിലയും കൊടുക്കണ്ട. എന്തുകൊണ്ടാണ്? ബഹുഭൂരിപക്ഷം മലയാളികളും കാനഡയിൽ പോകാൻ തയ്യാറാണ്, ബീഹാറിൽ പോകാൻ തയ്യാറല്ലല്ലോ. എന്നിട്ട് പറയുന്നത് കാനഡയിൽ പോയിട്ട് എനിക്ക് കർത്താവിനെ സേവിക്കണമെന്ന്. അവിടെ എന്തോ ഇരിക്കുന്നു കർത്താവിനെ സേവിക്കാൻ? ഇത്രയും അത് സുഖം, സൗകര്യം അല്ലേ? അവിടെ ആരും പ്രസംഗിച്ചാൽ കല്ലെറിയില്ല. ബീഹാറിൽ പോയാൽ കല്ലെറിയും അല്ലേ? വില കൊടുക്കാൻ മടി. എന്താണ് കുഴപ്പം? കഷ്ടം സഹിക്കാൻ വിമുഖത. അപ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവശക്തിയാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഉപസംഹരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. കൈവെപ്പ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് കൃപാവരങ്ങളിൽ നീങ്ങി മറ്റ് സഹോദരന്മാരെ നമ്മൾ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളെ വേർപെടുത്തുന്ന, പ്രതിഷ്ഠിക്കുന്ന ഒരു ഉപാധിയാണ് കൈവപ്പ് ശുശ്രൂഷ അല്ലേ? കൂടുതലും ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് അത് പറയുന്നതെങ്കിലും നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവരാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആത്മീക ശുശ്രൂഷ ഈ ആത്മീയ ഗൃഹമെന്ന് പറയുന്ന സഭയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കേണ്ടവരാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉപദേശമാണ്. അല്ലാതെ കുറച്ച് വർഷം വളർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് പറയുന്ന ചിന്താഗതിയല്ല. ചെറിയൊരു ശിശുവാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മുടെ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിക്ക് വരുന്നവരാണെങ്കിൽ പോലും അന്യോന്യം ശുശ്രൂഷിക്കണം. അവരുടെയും ഹൃദയങ്ങൾ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വചനത്താൽ. അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ശുശ്രൂഷിക്കണം. അവർക്ക് അധികമൊന്നും ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ശുശ്രൂഷിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞ് നമ്മൾ ഈ ശരീരത്തെ സ്നേഹിക്കുകയും സേവിക്കുന്നവരുമായി മാറണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം. സേവകനാണ് യേശുക്രിസ്തു. ഞാൻ നിങ്ങളുടെ ഇടയിൽ സേവകനായിട്ടാണെന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലാതെ മേശപ്പുറത്തിരിക്കുകയല്ല അല്ലേ? അപ്പോൾ ആത്മീയ ശുശ്രൂഷയുടെ 3 കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് കണ്ടു. അത് ഒരു ചോദ്യമായി ചോദിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്കിങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ദൈവവചനത്താൽ എൻ്റെ ഹൃദയം നിർമ്മലീകരിക്കപ്പെട്ട് സഹോദര പ്രീതിക്കായിട്ട് എൻ്റെ ഹൃദയം ഒരുങ്ങി വരുന്നുണ്ടോ? ദൈവവചനം കൂടുതൽ പഠിക്കുന്തോറും എനിക്ക് സഹോദരന്മാരെ സേവിക്കണമെന്നുള്ള ആ ഒരു വാഞ്ച വളർന്നു വരുന്നു, ഉണ്ടാകുന്നുണ്ടോ? രണ്ടാമതായിട്ട്, എന്തു വില കൊടുത്തും എന്ത് അനീതിയും സഹിച്ച് അന്യന് നന്മയുണ്ടാകുവാൻ ഞാൻ തയ്യാറാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? മൂന്നാമതായിട്ട്, മറ്റുള്ളവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും അവൻ്റെ കൃപാവരങ്ങളാലും ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ അനുഭവിക്കുവാനും അതിലൂടെ ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകുവാനും വേണ്ടി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നമ്മുടെ ഉള്ളത്തിലൊരു ആശ്രയം അങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ വേണം. സഹോദര സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു തുടിപ്പ്, എന്ത് കഷ്ടതയും അന്യായത്തിൻ്റെ കഷ്ടത സഹിക്കുവാനുള്ള ഒരു മനസ്സ്, ദൈവത്തിൽ നിന്നുള്ള പ്രാപ്തി പ്രാപിച്ച് ദൈവത്തിന് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ശുശ്രൂഷകൾ അന്യരനുഭവിക്കുവാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് 3 കൂടെ ചേർന്നാലേ ശുശ്രൂഷ ആത്മീക ശുശ്രൂഷയാകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ ഓട്ടം തികയ്ക്കണം, എൻ്റെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം എനിക്ക് പൂർത്തീകരിക്കണം, പിന്നെ എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കണം, എൻ്റെ വിളി എനിക്ക് തികയ്ക്കണം. നമുക്ക് അങ്ങനൊരു വാഞ്ചയുണ്ടോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. തിരുഹിതമിഹ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിഹ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നീയോടെ ഞാൻ പാടിടുമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് അന്യോന്യം സ്നേഹിപ്പാനാണല്ലോ. നിൻ്റെ അതേ കാൽച്ചുവടുകൾ പിൻപറ്റി കഷ്ടത സഹിച്ചും നല്ല നടപ്പ് കാത്തു സൂക്ഷിച്ചും തിരിച്ച് ഭീഷണി മുഴക്കാതെയും വാഗ്വാദത്തിന് പോകാതെയും ദോഷം പറയാതെയും ഉറ്റു സ്നേഹിപ്പാൻ ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്നല്ലോ കർത്താവെ. ഇതിന് ഞങ്ങൾ പ്രാപ്തരല്ല കർത്താവെ. ഞങ്ങൾ ജഡമോഹങ്ങൾക്ക് പലപ്പോഴും കീഴ്പ്പെട്ട് സ്വാർത്ഥതയിൽ ഞങ്ങൾ മുങ്ങിപ്പോകാറുണ്ട് കർത്താവെ. എന്നാൽ നിൻ്റെ വചനം പറയുന്നു, സത്യമനുസരിക്കുമെങ്കിൽ ഞങ്ങളുടെ ഉള്ളങ്ങൾ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിക്കപ്പെടുമെന്നും അത് വാടിപ്പോകുന്നതോ ഉതിർന്നു പോകുന്നതോ ആയ ഒരു രൂപാന്തരമല്ല, വചനം നിലനിൽക്കുന്നത് പോലെ ആ രൂപാന്തരവും നിലനിൽക്കുമെന്നും ഞങ്ങളെ കേട്ടല്ലോ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ കേട്ട വചനം ആ രീതിയിൽ ഞങ്ങളുടെ എല്ലാം ഉള്ളത്തിൽ പ്രവർത്തിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെയൊക്കെ സഹോദര സ്നേഹം ഒരു പടിയെങ്കിലും വളരുവാനിടയാകണമേ. അന്യോന്യം ഉറ്റു സ്നേഹിപ്പാൻ, അത് തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിൻ്റെ പുറത്തുള്ള കണക്കുകൂട്ടലുകളിൽ ആശ്രിതമായിട്ടുള്ള ഒരു സ്നേഹമല്ല കർത്താവെ. കാൽക്കുലേഷൻസിനപ്പുറത്തായിട്ട് തിരിച്ചു സ്നേഹം ലഭിച്ചാലും ഇല്ലേലും ദൈവത്തെ ഓർത്ത് അന്യായമായ കഷ്ടം സഹിച്ച് ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിക്കുവാൻ
ഞങ്ങളെ ഒരു വിശുദ്ധ പുരോഹിത വർഗമായിട്ട് കർത്താവെ ഞങ്ങളെ പണിഞ്ഞെടുത്താലും അത് ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വലിയൊരു അനുഗ്രഹമാകട്ടെ കർത്താവ്. ഇതൊരു കുടുംബം പോലെ വളർന്നു വരട്ടെ. ഒരു പ്രസംഗ പീഠത്തിനപ്പുറത്തായിട്ട് കർത്താവെ, ഒരു കൂടിവരവിനപ്പുറത്തായിട്ട് അന്യോന്യം സ്നേഹിക്കുന്ന ഒരു ശരീരമായിട്ട് ഞങ്ങളെ ഒന്നിപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രീതിയിൽ ആത്മീക ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപയും ദൈവിക കാഴ്ചപ്പാടും പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്, കൃപാവരങ്ങളിൽ ആശ്രയിച്ച്, ആ ശക്തിക്കൊത്തവണ്ണം ദൈവമഹത്വത്തിനായിട്ട് കഷ്ടം സഹിച്ച് അന്യോന്യം സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് അടിയൻ്റെ ഈ ഭവനത്തിൽ ഇങ്ങനൊരു യോഗം സംഭവിക്കുവാൻ കാരണമായ ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സകലരെയും നീ അനുഗ്രഹിച്ചാലും തുടർന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിലും സൗഹൃദത്തിലും നീ തന്നെ മഹത്വം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.